ഈശോയിൽ വാത്സല്യമുള്ളവർ, വിശ്വാസം ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ്. ദൈവിക ദാനമായ ആ വിശ്വാസം അറിഞ്ഞ് പഠിച്ച് അനുഭവിച്ച് ജീവിതത്തിൽ പകർത്തി അത് ദൈവിക സാക്ഷ്യത്തിനായി ജീവിക്കുക എന്നുള്ളത് എല്ലാ വിശ്വാസികളുടെയും കടമയാണ്. ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രക്രിയയാണ് വിശ്വാസ പരിശീലനം അഥവാ മതബോധനം. ഫ്രം വൂം ടു ടൂം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിലെ കുട്ടികളുടെ മതബോധനം 1 മുതൽ 12 വരെയും തുടർന്നുള്ള സീനിയർ ക്ലാസ്സിലെയും വിശ്വാസ പരിശീലനം വളരെ ക്രമീകൃതമായി സഭ ആവിഷ്കരിച്ചിരിക്കുന്നു. കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ പരിശീലന പാഠാവലിയായ ആത്മാവിന്റെ നിറവിലെ 1 മുതൽ 12 വരെയുള്ള ലെവലുകളിലെ പാഠപുസ്തകങ്ങളുടെ ലളിതവും ആധികാരികവുമായ ആമുഖമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ സീനിയർ വിദ്യാർത്ഥികൾക്കുള്ള യുവജന കാറ്റഗിസമായ യൂത്ത് കാറ്റിന്റെയും ആമുഖം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന വിധത്തിലാണ് ഇത് അമ്പലമുകൾ സെയിന്റ് ജോസഫ് ദേവാലയത്തിലെ വിശ്വാസ പരിശീലന സമിതി ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് കാണുന്നത് വഴി കേൾക്കുന്നത് വഴി എന്താണ് വിശ്വാസമെന്ന്, എപ്രകാരമാണ് അത് പഠിപ്പിക്കുന്നതെന്ന്, ഓരോ ലെവലിലെയും പാഠപുസ്തകങ്ങളിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് വളരെ വേഗത്തിൽ നമുക്ക് മനസ്സിലാവും. അമ്പലമുകൾ ഇടവകയിലെ മതബോധന അധ്യാപകരെയും അതിൻ്റെ ഭാരവാഹികളെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ പരിശീലന പരമ്പരയിലെ ഈ 12 പുസ്തകങ്ങളുടെയും ആമുഖം സന്തോഷപൂർവ്വം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. കുഞ്ഞുമക്കളെ, നമ്മുടെ കത്തോലിക്ക തിരുസഭയിലെ വിശ്വാസ പരിശീലന പരമ്പരയായ ആത്മാവിന്റെ നിറവിലെ 1ാം ഭാഗമായ പിതാവായ ദൈവം എന്ന പുസ്തകമാണ് നമ്മൾ ഈ അധ്യയന വർഷം പരിചയപ്പെടുന്നതും പഠിക്കുന്നതും. ഇതിൽ 12 അധ്യായങ്ങളുണ്ട്. അതോടൊപ്പം വിശുദ്ധ ഡൊമിനിക് സാവിയെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. കുഞ്ഞുമക്കൾ കണ്ടിട്ടുണ്ടാവില്ലേ, തള്ളക്കോഴി കോഴിനെ മാറോട് ചേർത്ത് പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു പൂച്ചയെ കൊണ്ട് നടക്കുന്ന മക്കൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പോട്ടെ, കുഞ്ഞു കിളിക്ക് ആഹാരം കൊടുക്കുന്ന മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ മക്കളെ അപ്പച്ചനും അമ്മച്ചി അതുപോലെ നോക്കുന്നത് പൊന്നുപോലെയാണ് നോക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ നമ്മളെ പൊന്നുപോലെ നോക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവാണ് ദൈവം. ദൈവത്തിന് ശരീരമില്ല, ദൈവം അരൂപിയാണ്. എന്നാലും ദൈവം നമ്മുടെ കൂടെ ഏത് സമയത്തും നമ്മുടെ കൂടെയുണ്ട്. മക്കൾ ഉറങ്ങുന്നിടത്തും കളിക്കുന്നിടത്തും പഠിക്കുന്നിടത്തും നടക്കുന്നിടത്തും ഏത് സമയവും നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. അപ്പം നമ്മൾ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ജീവിക്കാനായിട്ട്. ഇതാണ് നമ്മൾ 1ാം അധ്യായത്തിൽ പഠിക്കുന്നത്. മക്കൾ ചുറ്റും കാണുന്ന ഈ മൃഗങ്ങളും പക്ഷികളും ചെടികളും ഇതെല്ലാം സൃഷ്ടിച്ചത് ആരാണ്? നമ്മുടെ ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. ആർക്ക് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്? നമുക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ഇവയൊന്നും നശിപ്പിക്കാൻ നമുക്ക് പാടില്ല. അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാത്തിനെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. 3ാം അധ്യായത്തിൽ നാം ദൈവമക്കൾ എന്നാണ് പഠിക്കുന്നത്. ടീച്ചറിനെ സൃഷ്ടിച്ചതും മക്കളെ സൃഷ്ടിച്ചതും ആരാണ്? ദൈവമാണല്ലേ? അപ്പം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം നമ്മൾ പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. 4ാം അധ്യായത്തിൽ പരിപാലിക്കുന്ന ദൈവം.
ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചതെന്ന് ടീച്ചർ പറഞ്ഞു. ഇതിനെയെല്ലാം ദൈവം കാത്തു പരിപാലിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമ്മെ ദൈവം കാത്തു പരിപാലിക്കുന്നുണ്ട്. നമ്മെ കാത്തു പരിപാലിക്കുന്നതിനായി നമ്മോടൊപ്പം മാതാപിതാക്കളുടെ രൂപത്തിലും ഗുരുക്കന്മാരുടെ രൂപത്തിലും ടീച്ചർമാരുടെ രൂപത്തിലും നമ്മുടെ ഒപ്പം നമ്മുടെ ദൈവമുണ്ട്. കൂടാതെ ഒരു കാവൽ മാലാഖയെയും നമ്മെ സംരക്ഷിക്കാനായി നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ ഈ ദൈവം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ചുറ്റുമുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് വേണം മക്കൾ ജീവിക്കാനായിട്ട്. മക്കളെല്ലാവരും ജന്മദിനം ആഘോഷിക്കാറുണ്ട് അല്ലേ? അതുപോലെ നമ്മുടെ ഉണ്ണീശോയുടെ ജന്മദിനമാണ് ക്രിസ്മസ്. നമ്മുടെ ഉണ്ണീശോയുടെ അമ്മയുടെ പേരാണ് മറിയം. വളർത്തുപിതാവിൻ്റെ പേര് ഔസേപ്പ്. ഉണ്ണീശോ എവിടെ ജനിച്ചതെന്നറിയണ്ടേ? ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് നമ്മുടെ ഉണ്ണീശോ ജനിച്ചത്. നമ്മുടെ ഉണ്ണീശോനെ കാണാനായിട്ട് ആദ്യം എത്തിയ നാട്ടിടയന്മാരും പിന്നീട് രാജാക്കന്മാരുമാണ്. 6-ാം അധ്യായത്തിൽ ഈശോ നമ്മുടെ കൂട്ടുകാരൻ എന്ന് പഠിക്കുന്നു. കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ? കൂട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യാനും നമുക്ക് മടിയില്ല. അതുപോലെ നമുക്ക് വേണ്ടി എന്ത് വേണം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോ നമ്മുടെ നല്ലൊരു കൂട്ടുകാരനാണ്. അതുപോലെ തന്നെ ഈശോ നമ്മുടെ കൂട്ടുകാരനായതുപോലെ മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും നല്ല കൂട്ടുകാരായിട്ട് വേണം മക്കളെ ജീവിക്കാൻ വേണ്ടിയിട്ട്. 7-ാം അധ്യായത്തിൽ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. കുഞ്ഞു വാവ വെള്ള ഉടുപ്പെടുത്ത് അപ്പച്ചൻ്റെ അമ്മച്ചിനൊപ്പം പള്ളിയിൽ പോകുന്ന മക്കൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? മാമോദീസ സ്വീകരിച്ച് കഴിയുമ്പോഴാണ് ആ കുഞ്ഞു വാവ നമ്മുടെ തിരുസഭയുടെ അംഗമായിട്ട് തീരുന്നത്. ആ സമയത്ത് ആ കുഞ്ഞാവിടെ മേലെ പരിശുദ്ധാത്മാവ് വന്നിറങ്ങും. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ കുഞ്ഞിനൊരു ദൈവിക ജീവൻ ലഭിക്കും. മക്കളെല്ലാവരും ജ്ഞാനസ്നാനം കഴിഞ്ഞ കുട്ടികളാണ്. നിങ്ങളെല്ലാവരിലും ഒരു ദൈവിക ജീവൻ ഉണ്ട്. നിങ്ങൾ വളർന്നു വരുമ്പോൾ ആ ദൈവിക ജീവൻ നഷ്ടപ്പെടുത്താതെ വേണം ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈശോയുടെ അമ്മ നമ്മുടെയും അമ്മ എന്നാണ് ഈ 8-ാം അധ്യായത്തിലൂടെ നാം പഠിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയം ഉണ്ണീശോയെ ഏതെല്ലാം വിധത്തിൽ സഹായിച്ചുവോ അതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയം നമ്മെയും സഹായിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ് നമ്മൾ യേശുവിനെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും പറ്റുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ മാതാവ് എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞുമക്കളായ നിങ്ങൾ ചിലർ പള്ളിയിൽ വരുമ്പോൾ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മുതിർന്നവർ വഴക്ക് പറയാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മുടെ ദേവാലയം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ദേവാലയം സഭാമക്കളായ നമ്മളെല്ലാവരും ഒത്തുകൂടി ദിവ്യബലി അർപ്പിക്കുന്ന സ്ഥലമാണ്. പ്രാർത്ഥനയുടെയും ആരാധനയുടെയും സ്ഥലമാണ് ദേവാലയം. ഈ ദേവാലയത്തിൽ ദൈവം വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മക്കളായി നിങ്ങളെല്ലാവരും ദേവാലയത്തിൽ വരുമ്പോൾ ഭക്തിപൂർവ്വമാണ് പെരുമാറേണ്ടത്. നമ്മുടെ വീടും ഒരു ദേവാലയം എന്നാണ് 10-ാം അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഉണ്ണീശോയ്ക്കൊരു വീടുണ്ടായിരുന്നു നസ്രത്തിൽ. നമ്മുടെ ഉണ്ണീശോ അവിടെ താമസിച്ചതുകൊണ്ട് ആ വീടൊരു ദേവാലയമായിരുന്നു അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും നമ്മുടെ ഉണ്ണീശോ ഉണ്ട്. ഈശോ വസിക്കുന്നിടം ദേവാലയമാണെങ്കിൽ നമ്മുടെ വീടും എന്താണ്? ദേവാലയമാണ്. ആ ദേവാലയത്തിൽ ഈശോ ഉണ്ടോ എന്നുള്ള ബോധ്യത്തോടു കൂടി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും പരസ്പരം സ്നേഹിച്ചും ഐക്യത്തോടു കൂടി നിങ്ങൾ ജീവിക്കണം. കൂടാതെ കുടുംബ പ്രാർത്ഥനകളിലും രാവിലെ കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും എല്ലാം പ്രാർത്ഥനയിൽ വേണം നിങ്ങൾ ജീവിക്കാൻ. അപ്പോൾ നിങ്ങളുടെ വീട് ഒരു നല്ലൊരു ദേവാലയമായിട്ട് മാറും. ബൈബിള് മക്കൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ ബൈബിൾ എന്താണ്? ഈ ബൈബിളിലൂടെയാണ് നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഈ ബൈബിളിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ അടങ്ങുന്നതാണ്. ഈ ബൈബിളിലെ ഓരോ സുവിശേഷ വചനങ്ങളും നമ്മൾ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കണം. അതോടുകൂടി ബൈബിൾ വായിക്കുകയും കേൾക്കുകയും അതിൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നതിന് തുല്യമാകും. അപ്പോൾ എന്നും ബൈബിൾ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ദൈവം നമ്മളോട് സംസാരിച്ചില്ലേ? നമുക്ക് ദൈവത്തോട് സംസാരിക്കണ്ടേ? നമുക്ക് ദൈവത്തോട് സംസാരിക്കുന്നതിനായി നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു
സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം, നന്ദി പറയാം, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ഈശോയോട് പറയാം. നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല നമ്മൾ ഈശോയോട് പറയേണ്ടത് കേട്ടോ, മറ്റുള്ളവരുടെ നന്മയ്ക്കും കൂടി വേണ്ടി നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം. 12 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡൊമിനിക് സാവിയോയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഡൊമിനിക് സാവിയോ എന്ന് പറഞ്ഞാൽ ഇറ്റലിയിലെ റിവ എന്ന സ്ഥലത്ത് ചാൾസിൻ്റെയും ബ്രിജിറ്റിൻ്റെയും മകനായിട്ടാണ് ജനിച്ചത്. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്നു നമ്മുടെ ചാൾസ്. അതിൻ്റെ അപ്പച്ചനെയും അമ്മച്ചിനെയും സഹായിച്ചു കൊടുത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുമാണ് നമ്മുടെ ഡൊമിനിക് സാവിയോ വളർന്നത്. കുഞ്ഞിനെ തന്നെ വൈദികൻ ആകണമെന്നായിരുന്നു ഡൊമിനിക് സാവിയോയുടെ ആഗ്രഹം. അതുകൊണ്ട് ഡോൺ ബോസ്കോ നടത്തുന്ന വൈദിക ആശ്രമത്തിലാണ് നമ്മുടെ ഡൊമിനിക് സാവിയോ ചേർന്നത്. അവിടെ കൂട്ടുകാരെ സഹായിച്ചും മറ്റും നമ്മുടെ ഡൊമിനിക് സാവിയോ മാതൃകയുള്ള കുഞ്ഞായി ജീവിച്ചു. 15 വയസ്സായപ്പോഴേക്കും നമ്മുടെ ഡൊമിനിക് സാവിയോ സ്വർഗീയ ഭവനത്തിലേക്ക് പോയി. 1954 ജൂൺ 12 12ാം ക്ലീമീസ് മാർപ്പാപ്പ ഡൊമിനിക് സാവിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ഡൊമിനിക് സാവിയിലൂടെ നമുക്ക് നന്മകൾ ചെയ്ത് വിശുദ്ധരാകാനായിട്ട് ശ്രമിക്കാം. മണ്ണിലൂടെയും മാധ്യമങ്ങളിലൂടെയും ദൈവത്തെ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ദൈവത്തെ പകർന്നു കൊടുക്കാൻ കുഞ്ഞുമക്കളായി നിങ്ങൾ പരിശ്രമിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മക്കളെ, നമ്മുടെ കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ പരിശീലന പരമ്പരയായ ആത്മാവിന്റെ നിറവിലെ 2ാം ഭാഗമായ പുത്രനായ ദൈവം എന്ന ഈ പുസ്തകമാണ് ഈ വർഷം നമ്മൾ പഠിക്കുന്നതും പരിചയപ്പെടുന്നതും. പുത്രനായ ദൈവം എന്ന ഈ പുസ്തകത്തിൽ 12 പാഠങ്ങളും വിശുദ്ധ കൊച്ചു ത്രേസ്യായെ കുറിച്ചുള്ള ഒരു വിവരണവും ഉൾപ്പെട്ടിരിക്കുന്നു. ഇനി ഓരോ പാഠത്തിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് അറിയണ്ടേ? ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. 1ാമത്തെ പാഠം നമ്മൾ പഠിക്കുന്നത് ഏദൻ തോട്ടത്തെ കുറിച്ചാണ്. ആരാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത്? ദൈവമാണല്ലേ. ദൈവം ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചു. അതിനുശേഷം അവിടുന്ന് മനുഷ്യരെയും സൃഷ്ടിച്ചു. ആരൊക്കെയാണവർ? ആദി മാതാപിതാക്കന്മാരായ ആദവും ഹവ്വയുമാണവർ. ആദത്തിനും ഹവ്വായ്ക്കും താമസിക്കുവാൻ ദൈവം ഒരുക്കിയ സ്ഥലമാണ് ഏദൻ തോട്ടം അഥവാ പറുദീസ. ഈ ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും ദൈവത്തോടൊപ്പം സുഖമായും സന്തോഷമായും ജീവിച്ചു. ഏദൻ തോട്ടത്തിന് നടുവിൽ 2 വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ജീവന്റെ വൃക്ഷവും മറ്റൊന്ന് അറിവിന്റെ വൃക്ഷവും. ദൈവം ആദത്തെയും ഹവ്വായെയും വിളിച്ചു പറഞ്ഞു, ഈ കാണുന്ന വൃക്ഷം നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷമാണ്. ഇതിന്റെ പഴം മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത്. ദൈവം പറഞ്ഞതനുസരിച്ച് കുറച്ചു നാളൊക്കെ ആദവും ഹവ്വയും ജീവിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ സാത്താൻ വന്നു. സാത്താൻ വന്ന് പ്രലോഭിപ്പിച്ചിട്ട് പറഞ്ഞു, ദൈവം തിന്നരുതെന്ന് പറഞ്ഞ ആ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾക്കും ദൈവത്തെ പോലെ ആകാം. അത് കേട്ടപ്പോൾ ആദയും ഹവ്വയും വിചാരിച്ചു സാത്താൻ പറഞ്ഞതായിരിക്കും ശരിയെന്ന്. അവരെന്ത് ചെയ്തു? ആ വൃക്ഷത്തിൽ നിന്നും ആ പഴം ഭക്ഷിച്ചു. ദൈവം പറഞ്ഞതനുസരിക്കാതെ ആദവും ഹവ്വയും ദൈവത്തിനെതിരെ പാപം ചെയ്തു. ഇതാണ് വിലക്കപ്പെട്ട കനി എന്ന 2ാം പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ദൈവത്തിനെതിരെ പാപം ചെയ്ത ആദത്തെയും ഹവ്വായെയും ദൈവം ശിക്ഷിച്ചു. 3ാമത്തെ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇതാണ്. എന്ത് ശിക്ഷയാണ് ദൈവം ആദത്തിനും ഹവ്വായ്ക്കും നൽകിയത്? ആദത്തെയും ഹവ്വായെയും ദൈവം പറുദീസയിൽ നിന്നും പുറത്താക്കി. പറുദീസയിൽ നിന്നും പുറത്താക്കിയെങ്കിലും ദൈവത്തിന് ആദത്തോടും ഹവ്വായോടും കരുണ തോന്നി.
ദൈവം അവർക്കായി ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ഇതാണ് നമ്മൾ 4-ാമത്തെ പാഠത്തിൽ പഠിക്കുന്നത്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറക്കും എന്ന വാർത്തയാണ് മംഗളവാർത്ത. ഈ വാർത്ത ആരെയാണ് അറിയിച്ചതെന്ന് അറിയാമോ? ഗബ്രിയേൽ മാലാഖ മറിയത്തെയാണ് അറിയിച്ചത്. 5-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈശോയുടെ ജനനത്തെ കുറിച്ചാണ്. ഈശോ എവിടെയാണ് ജനിച്ചത്? ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിലാണ് ഈശോ ജനിച്ചത്. ഈശോയുടെ പിറവി തിരുനാള് ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ആയി നമ്മൾ ആഘോഷിക്കുന്നു. ബാലനായ ഈശോയെ കുറിച്ച് 6-ാമത്തെ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഈശോ വളർന്നത് ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിലാണ്. വളർത്തുപിതാവായ യൗസേപ്പ് പിതാവിനെ മരപ്പണികളിൽ സഹായിച്ചും മാതാവായ മറിയത്തെ വീട്ടുജോലികളിൽ സഹായിച്ചും പ്രാർത്ഥിച്ചും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി ഈശോ വളർന്നു വന്നു. ഈശോ 12-ാമത്തെ വയസ്സിൽ പെസഹ തിരുനാളിന് പോകുന്നതും അവിടെ വെച്ച് ഈശോയെ കാണാതാവുന്നതും 3 ദിവസം കഴിഞ്ഞ് കണ്ടെത്തുന്നതുമെല്ലാം നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാട്ടോ. 7-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈശോയും കുഞ്ഞുങ്ങളും എന്നതിനെ കുറിച്ചാണ്. നിങ്ങളെ പോലുള്ള കുഞ്ഞു മക്കളെ ഈശോയ്ക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ പറ്റില്ലെന്നാണ് ഈശോ പറയുന്നത്. ഒരു കൂട്ടം അമ്മമാർ തങ്ങളുടെ മക്കളെ ഈശോ കൈവച്ച് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുന്നതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്ത പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈശോയുടെ അത്ഭുതങ്ങളെ കുറിച്ചാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിയതാണ് ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം. അത് കഴിഞ്ഞും ഒട്ടനവധി അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അത്ഭുതങ്ങളിലൂടെ ഈശോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താൻ ദൈവപുത്രനാണെന്ന് ലോകത്തെ അറിയിക്കുകയാണ് ചെയ്തത്. 9-ാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് ഈശോ പറഞ്ഞ ഉപമകളെ കുറിച്ചാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഈശോ ഉപമകളിലൂടെ അല്ലെങ്കിൽ കഥകളിലൂടെ പഠിപ്പിച്ചത്. ഈശോ പറഞ്ഞ ധൂർത്തപുത്രന്റെ ഉപമ, നല്ല സമരിയാക്കാരന്റെ ഉപമ, ദരിദ്രനായ ലാസറിന്റെ ഉപമ എന്നിവയിലൂടെ ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചും ഈശോ പഠിപ്പിച്ചു. അടുത്ത പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈശോയുടെ മരണത്തെക്കുറിച്ചാണ്. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് കറിയോത്ത ഈശോയെ ഒറ്റിക്കൊടുക്കുന്നു. ശത്രുക്കൾ ഈശോയെ പീഡിപ്പിക്കുന്നതും ഈശോ മരിക്കുന്നതുമാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഈശോ മരിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. ആർക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത്? നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈശോ മരിക്കുന്നത്. ഈശോ മരിക്കുന്ന ഈ വെള്ളിയാഴ്ച ദിവസം ദുഃഖവെള്ളി എന്ന് അറിയപ്പെടുന്നു. അടുത്ത പാഠത്തിൽ നാം പഠിക്കുന്നത് ഈശോയുടെ ഉയർപ്പിനെ കുറിച്ചാണ്. ഈശോ മരിച്ച് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ഈ ദിവസമാണ് നമ്മൾ ഈസ്റ്ററായി ആഘോഷിക്കുന്നത്. ഈസ്റ്റർ എന്ന വാക്കിന് ഉയർപ്പ് തിരുനാൾ എന്നാണ് അർത്ഥം. തിരുനാളുകളുടെ തിരുനാളായി ഈസ്റ്റർ അറിയപ്പെടുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും ഈശോയുടെ ഉയർപ്പാണ്. 12-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈശോയുടെ സ്വർഗാരോഹണമാണ്. ഈശോ മരിച്ച് ഉയർത്ത് അതിൻ്റെ 40 ദിവസം കഴിയുമ്പോൾ സ്വർഗാരോഹണം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അത് കഴിഞ്ഞ് 10-ാം ദിവസം ഈശോ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ അയക്കുന്നതും ഈ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാം.
ഈ 12 പാഠങ്ങൾ കൂടാതെ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. ചെറുപുഷ്പം എന്ന ഓമന പേരിലാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ അറിയപ്പെട്ടിരുന്നത്. 1873 ജനുവരി 2-ാം തീയതി ഫ്രാൻസിലെ അലൻസോൺ എന്ന സ്ഥലത്താണ് കൊച്ചു ത്രേസ്യ ജനിക്കുന്നത്. ഭൂമിയിൽ നന്മ ചെയ്ത് ഞാൻ എൻ്റെ സ്വർഗം തീർക്കുമെന്നവൾ പ്രതിജ്ഞ ചെയ്തിരുന്നു. കൊച്ചു കൊച്ചു നന്മകൾ പോലും ഈശോയ്ക്കായി സമർപ്പിച്ചുകൊണ്ടാണ് അവൾ ചെയ്തിരുന്നത്. ലിസ്യുവിലെ കർമ്മലീത്ത സന്യാസിനിയായിരുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ 24-ാമത്തെ വയസ്സിൽ ക്ഷയരോഗം ബാധിച്ചാണ് മരിക്കുന്നത്. 1925 മെയ് 17-ാം തീയതി 11-ാം പിയൂസ് പാപ്പായാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നത്. വേദപ്രചാരകരുടെ മധ്യസ്ഥയായിട്ടാണ് തിരുസഭ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ വണങ്ങുന്നത്. ഒക്ടോബർ 1-ന് വിശുദ്ധയുടെ ഓർമ്മ തിരുനാൾ നാം ആഘോഷിക്കുന്നു. പുത്രനായ ദൈവം എന്ന ഈ പുസ്തകത്തിലൂടെ ഈശോയെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നമുക്കും ഈശോയുടെ പ്രേക്ഷിതരായി മാറാം. മണ്ണിലൂടെയും മാധ്യമത്തിലൂടെയും ആ പ്രേക്ഷിതത്വം നമുക്ക് തുടരാം. അങ്ങനെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകനും മകളുമായി തീരുവാൻ നിങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുമക്കളെ, നമ്മുടെ കത്തോലിക്ക തിരുസഭയിലെ വിശ്വാസ പരിശീലന പരമ്പരയായ ആത്മാവിന്റെ നിറവിൽ എന്ന പുസ്തകത്തിലെ 3-ാം ഭാഗമായ പരിശുദ്ധാത്മാവായ ദൈവം എന്നതാണ് നാം ഈ അധ്യയന വർഷം പരിശീലിക്കുന്നതും പഠിക്കുന്നതും. ഇത് 12 അധ്യായമുണ്ട്. ഒപ്പം വിശുദ്ധ ഡോൺ ബോസ്കോയെ കുറിച്ചും നമ്മൾ പഠിക്കുന്നു. നമ്മൾ ക്രിസ്ത്യാനികൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, അല്ലേ? ആ ഏകദൈവത്തിൽ 3 ആളുകളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇവര് 3 പേരും ചേർന്ന് ഒരേ സമയം ഒരു ദൈവമാകുന്നു എന്നതാണ് നമ്മൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ജീവിക്കുന്നതും. ഇതിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ പഠിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന അരൂപിയാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു നിറയുമ്പോഴാണ് നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നു നിറയാൻ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു നിറയുകയുള്ളൂ. അപ്പോഴാണ് കുഞ്ഞുമക്കളായി നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മയും ഒക്കെ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോഴാണ്. 2-ാം അധ്യായത്തിൽ എന്താ പഠിക്കുന്നത് നോക്കാം. 2-ാം അധ്യായത്തിൽ നമ്മുടെ സഭയുടെ ആരംഭത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭ. നമ്മുടെ സഭ ആരംഭിച്ചത് പെന്തക്കോസ്താ ദിനത്തില് ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം മാതാവും ശിഷ്യന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒടുക്കാറ്റിന്റെ ശബ്ദത്തില് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ തീനാവിന്റെ രൂപത്തിൽ വന്നു നിറഞ്ഞു. അതോടെ ശിഷ്യന്മാർക്ക് ധൈര്യം ലഭിച്ചു. അവർ പരസ്യമായി യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. അന്ന് തന്നെ 3000-ഓളം ആളുകൾ യേശുവിൽ വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ആദിമ സഭാ സമൂഹം. 3-ാം അധ്യായത്തിൽ ഈ ആദിമ ക്രൈസ്തവരെ എപ്രകാരമാണ് ജീവിച്ചിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അവർ പരസ്പരം തങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കും വേണ്ടി ഉള്ളതാണെന്നുള്ള ബോധ്യത്തോടെ പരസ്പരം പങ്കുവെച്ചും സ്നേഹത്തോടും ഐക്യത്തോടും കൂടിയാണ് ജീവിച്ചിരുന്നത്. അവർ കൂട്ടായ്മയിലെ പ്രാർത്ഥനയിലും അപ്പം വീട്ടിലും സന്തോഷം കണ്ടെത്തി. ബലികളിലും പീഡനങ്ങളിലും അവർ ഒരുമിച്ച് നിന്നു. ഇത് സന്തോഷിച്ച ദൈവം അവരുടെ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ചൊരിഞ്ഞു. അതോടുകൂടി അവരുടെ സ്നേഹവും ഐക്യവും നമുക്ക് മാതൃകയായി തീർന്നു. നമ്മുടെ സഭ സ്നേഹ സമൂഹം എന്നാണ് നമ്മൾ 4-ാം അധ്യായത്തിലൂടെ പഠിക്കുന്നത്. നമ്മുടെ വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും മക്കളും എല്ലാവരും ഐക്യത്തോടെ ജീവിക്കുമ്പോഴാണ് ആ
ആഘോഷം ഉണ്ടാകുന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് സഭാമക്കളായ നമ്മളെല്ലാവരും ഐക്യത്തോടും പരസ്പര ധാരണയോടും കൂടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ സഭ സ്നേഹ സമൂഹമായി വളരുകയും ചെയ്യുകയുള്ളൂ. ഇതാണ് നമ്മുടെ സഭയുടെ ആഗ്രഹം. മാമോദീസ വഴിയാണ് നമ്മൾ തിരുസഭയുടെ അംഗങ്ങളായിട്ട് തീരുന്നത്. നമ്മുടെ സഭ സ്ഥാപിച്ചത് യേശുക്രിസ്തു ആയതുകൊണ്ട് കാണപ്പെടാത്ത തലവൻ നമ്മുടെ യേശുക്രിസ്തുവാണ്. നമ്മുടെ കാണപ്പെടുന്ന തലവൻ മാർപ്പാപ്പനാണ്. 5-ാം അധ്യായത്തില് നമ്മൾ സഭാ ശുശ്രൂഷകളെ പറ്റിയാണ് പഠിക്കുന്നത്. സഭയെ നയിച്ചുകൊണ്ട് പോകുന്നവരാണ് സഭാ ശുശ്രൂഷകർ. യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണ് നമ്മുടെ ഇപ്പോഴത്തെ മെത്രാന്മാർ. മെത്രാന്മാരെ സഹായിക്കാൻ ചുമതലപ്പെട്ടവരാണ് വൈദികര്. വൈദികരെ സഹായിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് അന്മാരായ നമ്മളെല്ലാവരും. ദൈവിക ശുശ്രൂഷയിൽ ഒന്നാമനായി യേശു തിരഞ്ഞെടുത്തത് വിശുദ്ധ പത്രോസിനെയാണ്. പത്രോസാണ് നമ്മുടെ സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പ. ഇപ്പോഴത്തെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ 266-ാമത്തെ മാർപ്പാപ്പയാണ്. ഇനി നമ്മുടെ സഭയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്നാണ് നമ്മൾ ഈ 6-ാം അധ്യായത്തിലൂടെ പഠിക്കുന്നത്. നമ്മുടെ സഭ ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്, അപ്പോസ്തലികമാണ്. ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മുടെ സഭ ഏകമാണ്. യേശുക്രിസ്തു സ്ഥാപിച്ചതുകൊണ്ട് നമ്മുടെ സഭ വിശുദ്ധമാണ്. എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ സഭ സാർവത്രികമാണ്. അപ്പോസ്തലന്മാരാൽ സ്ഥാപിതമായതുകൊണ്ട് നമ്മുടെ സഭ അപ്പോസ്തലികമാണെന്ന് പറയപ്പെടും. ഇനി മറിയം നമ്മുടെ സഭയുടെ മാതാവ്. പരിശുദ്ധ കന്യകാമറിയമാണ് നമ്മുടെ സഭയുടെ അമ്മ. സഭയുടെ ആരംഭം മുതൽ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ കൂടെയുണ്ട്. ഇന്നും സഭയുടെ വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. ജപമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. രക്ഷാകര ചരിത്രമാണ്, ഈശോയുടെ രക്ഷാകര ചരിത്രമാണ് നമ്മൾ ജപമാലയിലൂടെ ധ്യാനിക്കുന്നത്. സന്ധ്യാസമയങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലുന്നത് നമ്മുടെ കത്തോലിക്കരുടെ വിശ്വാസ പാരമ്പര്യമാണ്. ഇത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മുടെ കുടുംബത്തിന് അച്ചടക്കത്തിനും സന്തോഷത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും. ഈ കൂദാശകൾ പ്രസാദത്തിന്റെ നീർച്ചാലുകൾ എന്നാണ് നമ്മൾ 8-ാം അധ്യായത്തിലൂടെ പഠിക്കുന്നത്. സഭാമക്കളായ നമ്മൾ വിശുദ്ധിയിൽ വളരുന്നതിന് കൂദാശകൾ അത്യാവശ്യമാണ്. നമ്മെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അദൃശ്യമായ ദൈവിക പ്രസാദം നമുക്ക് ലഭിക്കുന്നത് ഈശോയെ സ്ഥാപിച്ച ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. ഈ കൂദാശകൾ സ്വീകരിക്കുന്നത് വഴി നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുന്നു. അതിനാൽ കൂദാശകൾ സ്വീകരിച്ച് സഭാമക്കളായ നമ്മൾ വിശുദ്ധിയിൽ വളരാനായിട്ട് പരിശ്രമിക്കണമെന്നാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ പഠിക്കുന്നത്. 9-ാം അധ്യായത്തിൽ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. കൂദാശകൾ 1-ാമത്തെ കൂദാശയായ ഈ ജ്ഞാനസ്നാനം ഉത്ഭവഭാവത്തിൽ നിന്നും കർമ്മഭാവമുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മോചിപ്പിച്ച് യേശുവിന്റെ മക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമായി തീരുന്ന കൂദാശയാണ് ജ്ഞാനസ്നാനം. ജ്ഞാനസ്നാന സ്വീകരണ സമയത്ത് നമ്മുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങുകയും നമ്മൾക്ക് ദൈവിക ജീവൻ ലഭിക്കും. മാമോദീസ സ്വീകരിച്ച നിങ്ങൾ എല്ലാവരിലും ദൈവിക ജീവനുണ്ട്. അത് നഷ്ടപ്പെടുത്താതെ വേണം നമ്മൾ ജീവിക്കാം എന്നതാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. 10-ാം അധ്യായത്തില് സ്ഥൈര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. ടീച്ചർ ചെടിയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ചെടിക്ക് എല്ലാ ദിവസവും വെള്ളവും വളവും എല്ലാം കൊടുത്ത് നമ്മൾ ആ ചെടിയെ ഒരു മുറിക്കാത്ത അടച്ചു കൂട്ടിയാൽ സംഭവിക്കും. അതിന് ഒന്നെങ്കിൽ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ അത് ഉണങ്ങി പോവുകയോ ചെയ്യും. ഈ ചെടിക്ക് സൂര്യപ്രകാശം അത്യാവശ്യമാണ്. അതുപോലെ സഭാമക്കളായ നമ്മൾ വിശുദ്ധിയിൽ വളരുന്നതിന് പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന് നന്മയിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി നൽകുന്ന ഉദാശയാണ് സ്ഥൈര്യം. സ്ഥൈര്യം നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മെത്രാനാണ് സാധാരണ ഇതിന്റെ ആഗ്രഹം നിർവഹിക്കുന്നത്. 11-ാം അധ്യായത്തിൽ അനുരഞ്ജന കൂദാശയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. നമ്മളെല്ലാവരും പാപം ചെയ്യാറുണ്ടല്ലേ? പാപം ചെയ്യുമ്പോൾ നമ്മൾ ആരിൽ നിന്നാണ് അകന്നു പോകുന്നത്? ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ദൈവത്തിന് അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്.
നമ്മൾ തിരിച്ചു വരുന്നത് നോക്കി ദൈവം ക്ഷമയോടെ കാത്തിരിക്കും. അതുകൊണ്ട് പാപങ്ങളെ ഓർത്ത് മനസ്തറിച്ച് വൈദികന്റെ അടുത്ത് വന്ന് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അതോടൊപ്പം പാപം വീണ്ടും ചെയ്യാതിരിക്കാനുള്ള അനുഗ്രഹവും കൂടി നമുക്ക് ലഭിക്കും. എപ്രകാരമാണ് നമ്മൾ കുമ്പസാരിക്കേണ്ടതെന്നും നല്ല കുമ്പസാരത്തിന് ഒരുങ്ങണമെന്നും നമ്മൾ ഈ അധ്യായത്തിലൂടെ പഠിക്കുന്നു. വിശുദ്ധ കുർബാന ജീവന്റെ അപ്പം എന്നാണ് 12ാം അധ്യായത്തിൽ പഠിക്കുന്നത്. സഭാമക്കളായ നമ്മൾക്ക് വിശുദ്ധിയിൽ വളരുന്നതിന് ഉദാശകൾ ആവശ്യമാണ് എന്ന് ടീച്ചർ പറഞ്ഞു. എല്ലാ ദിവസവും സ്വീകരിക്കാവുന്ന ഒരു ഉദാശയാണ് നമ്മുടെ വിശുദ്ധ കുർബാന. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ഈശോയുടെ തിരിച്ചറിവും തിരുരക്തവും ആത്മാവും ദൈവത്വം ഉൾക്കൊള്ളുന്ന ഉദാശയാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി ഈശോയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത്. അതുവഴി നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സന്തോഷം ലഭിക്കും. അപ്പോൾ ഈശോയെ സ്വീകരിച്ച നമ്മൾ ഈശോയെ പോലെയാണ് നാം ജീവിക്കേണ്ടത്. മറ്റുള്ളവരിലേക്ക് യേശുവിനെ പകർന്നു കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കും. ഇത് 12 അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി പഠിക്കുന്നത് നമ്മൾ ഡോൺ ബോസ്കോ എന്ന വിശുദ്ധനെ കുറിച്ചാണ്. യുവജനങ്ങളുടെ വിശുദ്ധനാണ് നമ്മുടെ ഡോൺ ബോസ്കോ അറിയപ്പെടുന്നത്. യുവജനങ്ങളെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാതയിൽ നയിക്കാൻ അദ്ദേഹം തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. കുഞ്ഞുനാളുകളിൽ വൈദികനാവുന്നത് തന്നെയായിരുന്നു ഡോൺ ബോസ്കോയുടെ ആഗ്രഹം. 62 വർഷത്തെ പ്രവർത്തനത്തിൽ അദ്ദേഹം യുവജനങ്ങളുടെ ചൈതന്യം പൂർണ്ണമാക്കി. നമുക്കും അദ്ദേഹത്തെ പോലെ ദൈവത്തിന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പരിശ്രമിക്കാം. മണ്ണിലൂടെയും മാധ്യമങ്ങളുടെയും യേശുവിനെ നമുക്ക് അറിഞ്ഞ് മറ്റുള്ളവർക്ക് യേശുവിനെ പകർന്നു കൊടുക്കാൻ പരിശ്രമിക്കാം. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ പരിശീലന പരമ്പരയായ ആത്മാവിന്റെ നിറവിലെ 4ാം ഭാഗമായ കൂദാശകൾ എന്ന ഈ പുസ്തകമാണ് 4ാം ലെവലിൽ നിങ്ങൾ പഠിക്കുന്നതും പരിചയപ്പെടുന്നതും. കൂദാശകൾ എന്ന ഈ പുസ്തകത്തിൽ 12 പാഠങ്ങളും വിശുദ്ധ മരിയ ഗൊരേത്തിയെ കുറിച്ചുള്ള വിവരണവും ഉൾപ്പെട്ടിരിക്കുന്നു. ഓരോ പാഠത്തിലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നതെന്ന് നോക്കാം. 1ാമത്തെ പാഠം നമ്മൾ പഠിക്കുന്നത് കൂദാശകളെ കുറിച്ചാണ്. എന്താണ് കൂദാശകൾ? നമ്മെ വിശുദ്ധീകരിക്കുന്നതിന്, അദൃശ്യമായ ദൈവവരപ്രസാദം നൽകുന്നതിന് ഈശോ മിശിഹ സ്ഥാപിച്ച ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. 7 കൂദാശകളാണ് ഈശോ സ്ഥാപിച്ചത്. ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, കുർബാന, കുംഭസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. കൂദാശകൾ എന്ന വാക്കിന് വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ് അർത്ഥം. കൂദാശകൾ പരിക്രമണം ചെയ്യുവാൻ സഭയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. കൂദാശകൾ നമ്മെ നിത്യരക്ഷയ്ക്ക് അർഹരാക്കുകയും ഓരോ ദിവസവും വിശുദ്ധിയിൽ വളരുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. 2ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ജ്ഞാനസ്നാനം എന്ന കൂദാശയെക്കുറിച്ചാണ്. ഉത്ഭവ പാപത്തിൽ നിന്നും കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും മോചിപ്പിച്ച് നമ്മെ ദൈവമക്കളും സഭയുടെ അംഗങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കുന്ന നിത്യരക്ഷയ്ക്കുതകുന്ന കൂദാശയാണ് ജ്ഞാനസ്നാനം. ആദ്യ മാതാപിതാക്കന്മാരുടെ അനുസരണക്കേട് മൂലമുണ്ടായ ഉത്ഭവ പാപത്തോടെയാണ് നാം ജനിക്കുന്നത്. അതിനാൽ ദൈവിക ജീവനിൽ വളരുവാനുള്ള ദൈവവരപ്രസാദം നമുക്കുണ്ടായിരിക്കുകയില്ല. എന്നാൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് ദൈവവരപ്രസാദം ലഭിക്കുകയും നിത്യരക്ഷയുടെ വാതിൽ നമുക്കായി തുറന്നു കിട്ടുകയും ചെയ്യുന്നു. അതിനാൽ ജ്ഞാനസ്നാനത്തെ ക്രൈസ്തവ ജീവിതത്തിലെ വാതിലെന്ന് വിളിക്കുന്നു. 3ാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് സ്ഥൈര്യലേപനം എന്ന കൂദാശയെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് നൽകുകയും ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുവാൻ
നമ്മെ പ്രാപ്തനാക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം. നന്മയിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള സ്ഥിരതയും ശക്തിയും ഈ കൂദാശ നമുക്ക് നൽകുന്നു. സാധാരണയായി മെത്രാനാണ് സ്ഥൈര്യലേപന കൂദാശ പരികർമ്മം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങളെക്കുറിച്ചുമെല്ലാം ഈ പാഠത്തിൽ നിന്ന് നാം പഠിക്കുന്നു. 4-ാമത്തെ പാഠത്തിലും 5-ാമത്തെ പാഠത്തിലും നാം പഠിക്കുന്നത് വിശുദ്ധ കുർബാനയെ കുറിച്ചാണ്. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവ സ്വഭാവവും ഉൾക്കൊള്ളുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. കുരിശുമരണം വഴി സാധ്യമാകുന്ന പാപമോചനവും ദൈവിക ജീവനും എക്കാലത്തുമുള്ള മനുഷ്യർക്കും ലഭിക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചു. അതിനാൽ അന്ത്യ അത്താഴവേളയിൽ അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന ഈശോയുടെ കൽപ്പനയനുസരിച്ച് അനുദിനം നാം ദിവ്യബലി അർപ്പിക്കുന്നു. ദിവ്യകാരുണ്യ കൂദാശയുടെ സത്താപരമായ അടയാളങ്ങൾ ഗോതമ്പപ്പവും മുന്തിരിയിൽ നിന്നുമുള്ള വീഞ്ഞുമാണ്. 6-ാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് അനുരഞ്ജന കൂദാശ അഥവാ കുംഭസാരം എന്നതിനെ കുറിച്ചാണ്. പാപങ്ങൾക്ക് മോചനവും പാപം ചെയ്യാതിരിക്കുവാനുള്ള ശക്തിയും നൽകി നമ്മെ ദൈവത്തോടും സഹോദരരോടും അനുരഞ്ജിപ്പിക്കുന്ന കൂദാശയാണ് കുംഭസാരം അഥവാ അനുരഞ്ജന കൂദാശ. ഈശോ ഈ കൂദാശ സ്ഥാപിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർക്ക് പാപമോചനത്തിനുള്ള അധികാരം നൽകി. ഇന്നും ഈ അധികാരം സഭയിലൂടെ നിലനിർത്തി പോകുന്നു. പാപം എന്താണെന്നും എത്ര വിധത്തിലുണ്ടെന്നും ഈ പാഠത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. ഒരു നല്ല കുംഭസാരം നടത്തേണ്ടതിന് ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും അനുരഞ്ജന കൂദാശയുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്നും ഈ പാഠത്തിലൂടെ നാം പഠിക്കുന്നുണ്ട്. 7-ാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് രോഗീലേപനം എന്ന കൂദാശയെ കുറിച്ചാണ്. നല്ല മരണം ലഭിക്കുന്നതിന് രോഗികളെ സഹായിക്കുന്നതും ആത്മാവിന് ശാന്തികരമായ ശരീരത്തിന് സുഖം നൽകുന്നതുമായ കൂദാശയാണ് രോഗീലേപനം. ഈ കൂദാശ എപ്പോഴാണ് സ്വീകരിക്കുന്നതെന്നും ഈ കൂദാശ സ്വീകരിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്നും ഈ പാഠത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. 8-ാമത്തെ പാഠത്തിൽ ഉത്തമ കുടുംബത്തെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. വിവാഹത്തിലൂടെ കുടുംബം രൂപപ്പെടുന്നു. ദൈവമാണ് കുടുംബത്തിന്റെ സ്ഥാപകൻ. ഇനി വിവാഹം എന്താണെന്ന് നോക്കാം. ഭാര്യ ഭർത്താക്കന്മാർ മരണത്തോളം പിരിഞ്ഞുകൂടാത്ത വിധത്തിൽ തമ്മിൽ ബന്ധിക്കുന്നതും വിവാഹത്തിലുണ്ടാകുന്ന മക്കളെ പുണ്യമാർഗത്തിൽ വളർത്തുന്നതിന് സഹായിക്കുന്നതുമായ കൂദാശയാകുന്നു ക്രിസ്തീയ വിവാഹം. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹത്തിലും വിശ്വസ്തതയിലും ജീവിക്കണം. വിവാഹത്തിലൂടെ സ്ത്രീക്കും പുരുഷനും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാനുള്ള കൃപയും ദൈവം നൽകുന്നു. അങ്ങനെ അവർ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകുന്നു. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കന്മാരെ സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും ജീവിക്കുന്ന മക്കളും അടങ്ങുന്നതാണ് മാതൃക കുടുംബം. 9-ാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് തിരുപ്പട്ടം എന്ന കൂദാശയെ കുറിച്ചാണ്. ദൈവജനത്തിൽ നിന്ന് ദൈവജനത്തിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പുരോഹിതർ. പൗരോഹിത്യം 2 വിധമുണ്ട്. ശുശ്രൂഷ പൗരോഹിത്യവും പൊതു പൗരോഹിത്യവും.
മാതൃകാപരമായ ജീവിതം നയിച്ചും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചും വിശ്വാസികളായ നാം പൊതുപൗരോഹിത്യത്തിൽ പങ്കുകാരാകും. ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്താൽ വിളിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യുന്ന വൈദികർ ശുശ്രൂഷ പൗരോഹിത്യം നിർവഹിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായ വൈദികരെ നാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. 10ാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് കൂദാശാനുകരണങ്ങൾ എന്നതിനെ കുറിച്ചാണ്. ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നമുക്കായി ദൈവത്തിൽ നിന്ന് നേടിത്തരുന്നതിന് വേണ്ടി സഭ ഉപയോഗിക്കുന്ന അടയാളങ്ങളും കർമ്മങ്ങളുമാണ് കൂദാശാനുകരണങ്ങൾ. വെഞ്ചിരിപ്പുകൾ, ഭക്ത്യാഭ്യാസങ്ങളായ ജപമാല, കുരിശിന്റെ വഴി, നൊവേന, ദിവ്യകാരുണ്യ ആരാധന, തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കൽ തുടങ്ങിയവയെല്ലാം തന്നെ ഈ കൂദാശാനുകരണങ്ങളിൽ പെടുന്നു. ഈ കൂദാശാനുകരണങ്ങൾ നമ്മെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും വിശുദ്ധീകരിക്കുന്നു. കൂദാശകൾ യോഗ്യതയോടെ സ്വീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് നമ്മെ പ്രാപ്തരാക്കുന്നു. 11ാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് ആരാധനാക്രമ മത്സരങ്ങളെ കുറിച്ചാണ്. എന്താണ് ആരാധനാക്രമം? സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനകളുടെ പൊതുസമാഹാരമാണ് ആരാധനാക്രമം. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആരാധനാക്രമമാണ് സഭയ്ക്കുള്ളത്. ഇതിനെ ആരാധനാക്രമ മത്സരമെന്ന് പറയുന്നു. സഭയുടെ ആരാധനാക്രമ മത്സരത്തെ 3ആയി തിരിച്ചിരിക്കുന്നു. ആഗമനകാലം, ആണ്ടുവട്ടം, പെസഹാകാലം. രക്ഷകന്റെ വരവിനു വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ കാലം ആഗമനകാലം എന്നറിയപ്പെടുന്നു. സഭാ മത്സരത്തിലെ 33 അല്ലെങ്കിൽ 34 ഞായറാഴ്ചകൾ ആണ്ടുവട്ടത്തിലെ ഞായറുകൾ എന്നറിയപ്പെടുന്നു. ഉയർന്ന തിരുനാൾ മുതൽ പെന്തക്കോസ്ത വരെയുള്ള 50 ദിവസങ്ങളെ പെസഹാകാലം എന്നും അറിയപ്പെടുന്നു. വിശുദ്ധ വാരത്തെക്കുറിച്ചും നോൻപ് കാലത്തെക്കുറിച്ചും പെസഹ ത്രിദിനത്തെക്കുറിച്ചുമെല്ലാം ഈ പാഠത്തിൽ നിന്നും നാം കൂടുതൽ മനസ്സിലാക്കുന്നു. 12ാമത്തെ പാഠം വിശുദ്ധിയിലേക്കുള്ള വഴി എന്നതാണ്. ദൈവത്തോടും മനുഷ്യരോടുമുള്ള നമ്മുടെ ബന്ധത്തിന്റെ വളർച്ചയാണ് വിശുദ്ധി. പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും പ്രാർത്ഥിച്ചും ജീവിക്കുമ്പോൾ നാം വിശുദ്ധിയിൽ വളരുന്നു. സഭയുടെ ഐക്യവും കൂട്ടായ്മയും വളർത്തുന്ന സഭയിലെ സംഘടനകളിൽ അംഗങ്ങളായി പ്രവർത്തിക്കുക വഴി യേശുവിന്റെ കൂടുതൽ തീക്ഷ്ണതയുള്ള സാക്ഷികളായി തീരുവാനും വിശുദ്ധിയിൽ വളരുവാനും നമുക്ക് സാധിക്കുന്നു. അൽത്താര ബാലന്മാരുടെ വിശുദ്ധനായ വിശുദ്ധ ജോൺ ബെർക്കുമൻസിനെ കുറിച്ചും ഈ പാഠത്തിൽ നിന്ന് നാം പഠിക്കുന്നു. ഈ 12 പാഠങ്ങളെ കൂടാതെ നമ്മൾ പഠിക്കുന്ന വിശുദ്ധ മരിയ ഗൊരേത്തി. ഇറ്റലിയിലെ കൊറിനാനോയിൽ ജനിച്ച രക്തസാക്ഷിയായ ഒരു വിശുദ്ധയാണ് മരിയ ഗൊരേത്തി. 12ാമത്തെ വയസ്സിൽ തന്റെ കന്യകാത്വം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ ബാലിക രക്തസാക്ഷിയാവുകയായിരുന്നു. ദൈവസ്നേഹത്തെ പ്രതി പാപത്തെ വെറുത്ത് ധീരസാക്ഷ്യം നൽകിയ മരിയ ഗൊരേത്തിയെ 1950 ജൂൺ 24-ന് പന്ത്രണ്ടാം പീയൂസ് പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. കത്തോലിക്ക
കത്തോലിക്ക സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മരിയ ഗൊരേറ്റി. വിശുദ്ധയുടെ ഓർമ്മ തിരുനാൾ ജൂലൈ 6-ന് സഭ ആഘോഷിക്കുന്നു. അശ്ലീലത്തിൽ ആനന്ദം കൊള്ളുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ജീവൻ ഹോമിക്കേണ്ടി വന്നാലും പാപത്തിന് കൂട്ടു നിൽക്കില്ല എന്ന് പറയുന്ന വിശുദ്ധിയുടെ ജീവിതം ഒരു മാതൃകയായി തീരട്ടെ. കൂദാശകൾ എന്ന ഈ പുസ്തകത്തിലൂടെ സഭ നമുക്ക് നൽകുന്ന സന്ദേശം വിശുദ്ധിയിൽ വളർന്ന് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരാവുക എന്നതാണ്. ഈശോയെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നമുക്കും ഈശോയുടെ പ്രേക്ഷിതരാകാം. മണ്ണിലൂടെയും മാധ്യമത്തിലൂടെയും ആ പ്രേക്ഷിതത്വം നമുക്ക് തുടരാം. അങ്ങനെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനും മകളുമായി തീരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ പരിശീലന പരമ്പരയിലെ ആത്മാവിന്റെ നിറവിൽ 5ാം ഭാഗമായ ദൈവകൽപ്പനകൾ എന്ന ഈ പുസ്തകത്തെ കുറിച്ചാണ് 5ാം ലെവലിൽ ഈ വർഷം പരിചയപ്പെടുന്നതും പഠിക്കുന്നതും. ഈ പുസ്തകത്തിൽ 12 അധ്യായങ്ങളുണ്ട്. അവസാനം ഒരു വിശുദ്ധനെ കുറിച്ച് വിവരണമുണ്ട്. അത് വിശുദ്ധ 10ാം പീസാണ്. 1ാമത്തെ പാഠം പ്രമാണങ്ങൾ ജീവനിലേക്കുള്ള വഴിയെന്നതാണ്. മോശയ്ക്ക് ദൈവം നൽകിയ 10 കൽപ്പനകളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യമായ ദൈവരാജ്യത്തിൽ എത്തിച്ചേരാമെന്ന് ഈ പാഠം സന്ദേശം നൽകുന്നു. 2ാമത്തെ പാഠം ഏകദൈവം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ് ഏകദൈവം. നാം ഏകദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നും ഈ പാഠത്തിൽ പഠിക്കുന്നു. 3ാമത്തെ പാഠം ദൈവനാമം പരിശുദ്ധമാക്കി. ദൈവം പരിശുദ്ധനാണ്. ദൈവം തന്റെ നാമം മോശയ്ക്ക് വെളിപ്പെടുത്തിയത് ഞാനാകുന്നവൻ എന്നാണ്. അതുകൊണ്ട് അവിടുത്തെ നാമം വൃഥ ഉപയോഗിക്കുന്നത് പാപമാണെന്നും ഈ പാഠത്തിൽ പഠിപ്പിക്കുന്നു. 5 കുടുംബം ഒരു ദേവാലയം. ആദത്തിന് ഹവ്വായെ ഭാര്യയായി നൽകിക്കൊണ്ട് ദൈവമാണ് കുടുംബം സ്ഥാപിച്ചത്. കുടുംബത്തിൽ മാതാവും പിതാവും മക്കളും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും കഴിയുന്നതുവരെ കുടുംബബന്ധം വിശുദ്ധമാകുന്നു. 6 ജീവന്റെ വില. ദൈവം തന്റെ ജീവശ്വാസം നൽകിയാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ട് ജീവന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് മാത്രമുള്ളതാണ്. അത് സ്വയം നശിപ്പിക്കുന്നതോ മറ്റുള്ളവരുടെ ജീവൻ നശിപ്പിക്കുന്നതോ പാപമാണെന്ന് ഈ പാഠത്തിൽ പഠിപ്പിക്കുന്നു. ശരീരം ദൈവത്തിന്റെ ആലയം. 7ാമത്തെ പാഠം വിവാഹമെന്ന കൂദാശ വഴി ഭാര്യ-ഭർത്താക്കന്മാരായവർ ദൈവഹിതപ്രകാരം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് ഒരു വിശുദ്ധ കർമ്മമാണ്. എന്നാൽ വിവാഹത്തിലൂടെ അല്ലാതെ ലൈംഗിക ബന്ധം പുലർത്തിയാൽ അത് വ്യഭിചാരം ചെയ്യുന്ന പാപത്തിന് അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. 8ാമത്തെ പാഠം സത്യത്തിന്റെ പാതയിൽ. സത്യസന്ധരും വിശ്വസ്തരുമായി ജീവിക്കണമെന്നാണ് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. അന്യ വസ്തുക്കൾ അന്യായമായി കൈവശപ്പെടുത്തുന്നതോ നശിപ്പിക്കുന്നതോ പാപമാണെന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. സത്യം പറയുന്നു. സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഉത്തമമായ ദൈവാരാധനയാണ്. ഒരിക്കലും സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുതെന്നും ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ദാമ്പത്യ വിശുദ്ധി. ദൈവമാണ് വിവാഹമെന്ന കൂദാശ സ്ഥാപിച്ചത്. വിവാഹമെന്ന കൂദാശ വഴി ഒരുമിച്ചായി ഭാര്യ-ഭർത്താക്കന്മാർ വിശ്വസ്തരായിരിക്കണം. ദൈവം യോജിപ്പിച്ച ഈ പവിത്ര ബന്ധത്തെ വേർപെടുത്തുകയോ കളങ്കപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് ഈ പാഠം ഉപദേശിക്കുന്നു. 11ാമത്തെ പാഠം അധ്വാനിച്ച് ഭക്ഷിക്കുന്നു. നെറ്റിയിലെ വിയർപ്പൊഴുക്കി അപ്പം ഭക്ഷിക്കണമെന്നാണ്
ദൈവം ആദ്യ മനുഷ്യരോട് കൽപ്പിച്ചത്. അതുകൊണ്ട് നാം അധ്വാനിച്ച് ജീവിക്കണം. അധ്വാനിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ നാം പങ്കുകാരാകുമെന്നും ദൈവം ഉദ്ബോധിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ കൽപ്പന. ദൈവം സ്നേഹമാണ്. നാം പരസ്പരം സ്നേഹിക്കുകയും സഹജീവികളോട് സ്നേഹം കാണിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തെ തന്നെയാണ് സ്നേഹിക്കുന്നത്. നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പോരാ, ശത്രുക്കളോടും ക്ഷമാപൂർവ്വം പെരുമാറണമെന്നും അവരെ സ്നേഹിക്കണമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പാഠത്തിന്റെ അവസാനം വിശുദ്ധ 10-ാം പീയൂസിനെ കുറിച്ച് വിവരണം നൽകിയിട്ടുണ്ട്. വിശുദ്ധ 10-ാം പീയൂസിന്റെ ആദ്യത്തെ പേര് ജോസഫ് സാർത്തോ എന്നാണ്. ജോസഫ് അൾത്താട്ട ബാലനായിരുന്നു. ചെറുപ്പം മുതലേ തനിക്കൊരു വൈദികനാകണമെന്ന ആഗ്രഹമായിരുന്നു ജോസഫിന്. മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനാ പിൻബലത്തോടെ അദ്ദേഹം ഒരു വൈദികനായി. പിന്നീട് മെത്രാനും കർദിനാളും മാർപ്പാപ്പയുമായി ഉയർത്തപ്പെട്ടു. 259-ാമത്തെ പാപ്പയാണ് വിശുദ്ധ 10-ാം പീയൂസ്. ക്രിസ്തുവിൽ എല്ലാം പുനരുദ്ധരിക്കുക എന്നാണ് പാപ്പയുടെ മുദ്രാവാക്യം. ദൈവകൽപ്പനകളെന്ന ഈ പുസ്തകം പഠിക്കുന്നത് വഴി പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. നാം ഓരോരുത്തരും യേശുവിൻ്റെ പ്രേക്ഷിതരാണ്. യേശുവിനെ മനുഷ്യരിലേക്ക് മണ്ണിലൂടെയും മാധ്യമത്തിലൂടെയും പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് നന്മയിൽ ജീവിക്കാൻ പരിശ്രമിക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ പരിശീലന ഭാഗമായ ആത്മാവിന്റെ നിറവിലെ 6-ാം ഭാഗത്തിലെ വചനവീതിയിൽ എന്ന പാഠ്യപുസ്തകമാണ് നമ്മൾ ഇപ്രാവശ്യം പരിചയപ്പെടുന്നതും പഠിക്കുന്നത്. ഈ പുസ്തകത്തിൽ 12 അധ്യായങ്ങളുണ്ട്. ഈ അധ്യായങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു വിശുദ്ധനെ പരിചയപ്പെടുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രകൃതിയെ സ്നേഹിച്ചിരുന്ന ഒരു വിശുദ്ധനാണ്. അതുപോലെ നമ്മൾ അടുത്ത പാഠം 1-ാം പാഠത്തിൽ പഠിക്കുന്നത് ബൈബിൾ ദൈവവചനം. നമ്മുടെ ക്രിസ്തീയ മതഗ്രന്ഥമായ ബൈബിളിനെ കുറിച്ചാണ് ഈ പാഠപുസ്തകം പ്രതിപാദിക്കുന്നത്. ബൈബിൾ എത്രയും തരംതിരിച്ചിരിക്കുന്നുവെന്നും കൂടാതെ അത് എങ്ങനെയാണെന്നും അതിനേക്കാൾ ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ ബൈബിളിനെ അടുത്ത് അറിയുവാനും ഈ പാഠം നമ്മെ സഹായിക്കുന്നു. അടുത്തത് അബ്രഹാമിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അബ്രഹാത്തിന്റെ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടത്, അതുപോലെ അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനവും അബ്രഹാം അതുവഴി കാണിച്ച മാതൃകയും നമ്മളെ ദൈവിക വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രഹാമിനെ നമ്മളെല്ലാവരും അറിയുന്നു. പാഠം 3 വിശ്വസ്തനായ ജോസഫ്. യാക്കോബിന്റെ 12 മക്കളിൽ ജോസഫിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. ജോസഫ് ഈജിപ്തിലെത്തിയതും പിന്നീട് ഭരണാധികാരിയായതും ആ നിലയിൽ ജോസഫിൽ കാണുന്ന ഗുണഗണങ്ങളും നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചുകൊണ്ടും സഹനത്തിൻ്റെയും നന്മയുടെയും മാതൃകയാണ് ഈ പാഠം വഴി നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്തത് പാഠം 4ലേക്ക് കടക്കുമ്പോൾ നമ്മൾ നേതാവായ മോശയെ കുറിച്ചാണ് ഈ പാഠം നമ്മൾ പഠിക്കുന്നത്. ഈജിപ്തിൽ കഷ്ടതയിൽ കഴിയുന്ന ഇസ്രായേൽക്കാരെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് എത്തിക്കുവാൻ ദൈവം നിയോഗിച്ച ഒരു പ്രവാചകനെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. സംഭവപരമായ ഈ കഥ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. പാഠം 5 പുറപ്പാട് സംഭവം. നമ്മൾ ഇതിനു മുൻപ് പഠിച്ച 4-ാം പാഠത്തിന്റെ തുടർക്കഥയാണ് ഈ പുറപ്പാട് സംഭവത്തിൽ നമ്മൾ 5-ാം പാഠത്തിൽ പഠിക്കുന്നത്. ഈജിപ്തിൽ നിന്നും വന്ന
രക്ഷപ്പെട്ട് നേടി വന്ന നമ്മുടെ ഇസ്രായേൽ ജനതയെ കാനാൻ എത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ കരുതൽ, കൂടാതെ ദൈവപ്രമാണങ്ങൾ അനുസരിക്കുവാനുള്ള ദൈവമക്കളുടെ കടമ, ഇതാണ് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ അടുത്തത് 6-ാം പാഠം, ദാവീദ് രാജാവ്. ഇസ്രായേൽ ജനതയെ സമൃദ്ധിയിൽ 40 വർഷം ഭരിച്ച ദാവീദ് രാജാവ് പിന്നീട് വലിയൊരു പാപത്തിൽ അകപ്പെടുകയും അനുദപിച്ച് പശ്ചാത്തപിക്കുന്നതുമായ ഒരു സംഭവപരമായ കഥയാണത്. അത് നമ്മെ നല്ലൊരു പാഠം നമ്മൾക്ക് ഇതിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. അതുപോലെ 7-ാം പാഠം, സോളമൻ. ദാവീദിന്റെ പുത്രനായ സോളമൻ ജ്ഞാനവും ഐശ്വര്യപൂർണമായ ഭരണവും കാഴ്ചവെച്ചു. ഇത് കണ്ട് വിജാതിയെ പോലും ഇസ്രായേലിന്റെ ദൈവത്തെ വാനോളം പുകഴ്ത്തി. ദാവീദിന്റെ വംശത്തിൽ നിന്നാണ് മിശിഹ പിറന്നത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായിരുന്നു ദാവീദ് രാജാവ് ധാരാളം സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ വഴിവിട്ട ജീവിതം നയിച്ച സോളമന്റെ പകരമാണ് നമുക്ക് ഒരു പാഠമായി തരുന്നത്. 8-ാം പാഠം, പ്രവാചകന്മാർ ആരെന്നും അവരെ ദൈവം നിയമിച്ചത് എന്തിനെന്നും അതുപോലെ എന്താണ് പ്രവാചക ദൗത്യമെന്നും നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. പാഠം 9, മോചനം ഒരു വെളിപ്പാടകൽ. ദൈവമായുള്ള ബന്ധവും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അന്യദേശക്കാരുടെ അടിമത്തത്തിൽ കഴിയുന്ന അവസ്ഥ, അതിനുശേഷം പ്രവാസ ജീവിതം വഴി ഇസ്രായേലിനെ കണ്ണുറപ്പിക്കുന്ന ഈ പാഠം നമുക്ക് വലിയ സന്ദേശം നൽകുന്നു. അടുത്തായി പാഠം 10, ശ്രാവയോഹന്നാൻ. രക്ഷകന്റെ വരവിലൂടെയായി ദൈവം അയച്ച പ്രവാചകനാണ് ശ്രാവയോഹന്നാൻ. പാപമോചനത്തിലുള്ള ജ്ഞാനസ്നാനം ചെയ്യിപ്പിക്കാൻ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന യോഹന്നാന്റെ കേരളവും അതുപോലെ തിന്മയ്ക്കെതിരെ യോഹന്നാൻ പ്രതികരിച്ച മാതൃകയുമാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് അനുകരിക്കേണ്ടത്. പാഠം 11, ക്രിസ്തു നമ്മുടെ നേതാവ്. യേശുവിന്റെ നേതൃത്വവും അനുകമ്പയും ശുശ്രൂഷയാവുന്നത് എങ്ങനെയാണെന്ന് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം. ഈ ലോകത്തിൽ ദൈവത്തിന്റെ രാജ്യം വരണമെന്നാണ് ക്രിസ്തുവിന്റെ നേതൃത്വം വിഭാവനം ചെയ്യുന്നത്. പാഠം 12, അപ്പോസ്തലന്മാർ. എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഈ വാക്യം മാർക്കോസ് 1:17 പറയുന്നു. യേശു ബന്ധയിൽ വിളിച്ച 12 അപ്പോസ്തലന്മാരെയും അപ്പോസ്തലന്മാരുടെ നേതാവിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. നമ്മൾ ഈ വർഷത്തെ പാഠ്യം എല്ലാം കഴിഞ്ഞു, അധ്യായങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഫ്രാൻസിസ് അസീസിയെ കുറിച്ചാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തനിക്കുള്ള സമ്പത്തെല്ലാം വിറ്റ് ദൈവഹിതമനുസരിച്ച് പരിപൂർണനാകാൻ ശ്രമിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി 2-ാം ക്രിസ്തു എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഫ്രാൻസിസ് അസീസിയുടെ മാതൃകയും അതിൻ്റെ അസീസിയുടെ ജീവിത രീതിയും നമുക്ക് മനഃപ്പാഠമാക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ വർഷം 6-ാം ലെവലിൽ വചനവീതിയിൽ എന്ന പാഠപുസ്തകം പഠിച്ച് നമുക്ക് ഈശോയുടെ പ്രേക്ഷകരാകാം. മണ്ണിലൂടെയും മാധ്യമത്തിലൂടെയും നമുക്ക് ആ പ്രേക്ഷക പ്രവർത്തനം തുടരുകയും ചെയ്യാം.
ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനും മകളുമായി മാറട്ടെ എന്ന് ദൈവം അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ പരിശീലനത്തിന്റെ പരമ്പരയായ ആത്മാവിന്റെ നിറവിൽ 7ാം ലെവലിൽ നാം പഠിക്കുന്നതും പരിചയപ്പെടുന്നതും യുഗങ്ങളുടെ പ്രതീക്ഷയെക്കുറിച്ചാണ്. യുഗങ്ങളുടെ പ്രതീക്ഷ എന്ന ഈ പാഠഭാഗത്തിൽ 12 അധ്യായങ്ങളും വിശുദ്ധ ജോൺ മരിയ വിയാനിയെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നു. യേശുവാണ് യുഗങ്ങളുടെ പ്രതീക്ഷ. യേശുവാണ് നമുക്ക് മാതൃകയും പ്രചോദനവും. യേശുവിൻ്റെ ജനനവും ബാല്യകാലവും ജീവിതത്തെക്കുറിച്ചുമാണ് ഈ യുഗങ്ങളുടെ പ്രതീക്ഷ ടെക്സ്റ്റിലൂടെ ഇതൾ വിരിയുന്നത്. ഒന്നാമത്, ദൈവം മനുഷ്യനായി നമ്മുടെ രക്ഷയ്ക്കായി അവതരിച്ച യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് 1ാമത്തെ അധ്യായത്തിലൂടെ പ്രതിപാദിക്കുന്നത്. 2ാമത്തെ ലെസൺ, യേശുവിൻ്റെ ബാല്യകാലം. 30ാം വയസ്സിൽ പരസ്യജീവിതം ആരംഭിക്കുന്നത് വരെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും വിധേയനായി ജീവിച്ച യേശുവിൻ്റെ ആ വിധേയത്വവും അനുസരണവുമാണ് 2ാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 3ാമത്തേത്, ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവസന്നിധിയിൽ മനുഷ്യനർപ്പിക്കുന്ന പരമമായ ആരാധനയാണ് ബലിയർപ്പണം. നിസ്സഹായനായ ഒരു കുഞ്ഞാടിനെ പോലെ യേശു പിതാവിന്റെ ഹിതമനുസരിച്ച് തന്നെ സ്വയം സമർപ്പിച്ചു. ഇതിനെക്കുറിച്ചാണ് 3ാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 4, ദൈവപുത്രനായ യേശുവിന്റെ ജ്ഞാനസ്നാന സ്വീകരണത്തിന് ശേഷം തന്റെ സമർപ്പണത്തിൽ സംപ്രീതനായ ദൈവം തന്റെ പുത്രന് ലോകത്ത് വെളിപ്പെടുത്തിയതിനെ കുറിച്ചാണ് ഇതിലൂടെ പ്രതിപാദിക്കുന്നത്. 5ാം അധ്യായം, പ്രലോഭനങ്ങളെ അതിജീവിച്ചവൻ. യേശുവിന് നേരിടേണ്ടി വന്ന പ്രലോഭനങ്ങളെ കുറിച്ചും അതിജീവിച്ചതിനെ കുറിച്ചുമാണ് ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. 6ാം അധ്യായം, ദൈവരാജ്യം. ദൈവത്താൽ നയിക്കപ്പെടുന്ന അവസ്ഥ. എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹിച്ചു, ബഹുമാനിച്ചു, പങ്കുവച്ചു ജീവിക്കണം. ഇതിലൂടെ ദൈവരാജ്യ സങ്കല്പം യാഥാർത്ഥ്യമാക്കുക എന്നാണ് ഇതിൽ പറയുന്നത്. 7ാമത്തെ അധ്യായം, ഉപമകളിൽ വിരിയുന്ന ദൈവരാജ്യം. ദൈവരാജ്യ മൂല്യങ്ങൾ യേശു അവതരിപ്പിച്ചത് ഉപമകളിലൂടെയാണ്. പണ്ഡിതനും പാമരനും ഒന്നുപോലെ മനസ്സിലാക്കുന്നതിനും കേൾവിക്കാരുടെ ഹൃദയകാഠിന്യത്തിന്റെ ആധിക്യം തുറന്നു കാട്ടുന്നതിനും മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനും അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നതിനും വേണ്ടിയാണ് യേശു പറഞ്ഞ ഉപമകൾ എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അത്ഭുതങ്ങളിൽ വിരിയുന്ന ദൈവരാജ്യം. യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ എല്ലാം ലക്ഷ്യം ജനത്തെ വിശ്വാസത്തിലേക്ക് നയിക്കുക എന്നതാണ്. അവിടുത്തെ അത്ഭുതങ്ങളിലൂടെ യേശുവിന്റെ ദൈവികത മാത്രമല്ല, അവിടുത്തെ സ്നേഹവും കരുതലും കാരുണ്യവും ഒക്കെയാണ് ഇതിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. 9, യേശു സമഗ്ര വിമോചകൻ. മനുഷ്യകുലത്തിന്റെ സമഗ്ര വിമോചകനാണ് യേശു. ആ വിമോചകനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. 10ാമത്തെ അധ്യായം, സഹനദാസൻ. യേശുവിന്റെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും അവിടുത്തെ സഹനത്തിന്റെ പാരമ്യം നാം ദർശിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. 11, ഉത്ഥാനം, ജീവന്റെ ആഘോഷം. മരണം ജീവിതത്തിന്റെ അവസാന വാക്കല്ല, പുതിയ ജീവിതത്തിന്റെ വാതിലാണെന്ന് തന്റെ ഉത്ഥാനം വഴി യേശു ലോകത്തിന് വെളിപ്പെടുത്തി തരുന്നതിനെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. 12, ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. സഭയിൽ ജീവിക്കുന്ന ക്രിസ്തു, വചനത്തിൽ ജീവിക്കുന്ന ക്രിസ്തു, കൂട്ടായ്മയിൽ ജീവിക്കുന്ന ക്രിസ്തു, കൂതാശയിൽ ജീവിക്കുന്ന ക്രിസ്തു എന്നീ തലങ്ങളിലൂടെ ക്രിസ്തു ഇന്നും ജീവിക്കുന്നതിനെ കുറിച്ച് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി. ഫ്രാൻസിൽ ലിയോൺസിനടുത്തുള്ള ഗാഡിലി എന്ന ഗ്രാമത്തിൽ 1786 മെയ് 8-നാണ് ജോൺ മരിയ വിയാനി ജനിച്ചത്. യേശുവിലുള്ള വിശ്വാസവും പരിശുദ്ധ അമ്മയോടുള്ള വാത്സല്യവും നിമിത്തം ഒരു വൈദികനാകാൻ വിയാനി ആഗ്രഹിച്ചു. അങ്ങനെ 1815 ഓഗസ്റ്റ് 13-ന്
മരിയ വിയാനി വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു. വിശ്വാസം ജനങ്ങളിലേക്ക് നൽകാനും അതിൻ്റെ തീവ്രത മനസ്സിലാക്കി കൊടുക്കാനും പരിശ്രമിച്ച ഒരു വിശുദ്ധനാണ് ജോൺ മരിയ വിയാനി. 1925 11 പീയൂസ് പാപ്പ ജോൺ വിയാനിയെ വിശുദ്ധനായും 2009 ബെനഡിക്ട് 11 പാപ്പ മുഴുവൻ വൈദികരുടെയും മധ്യസ്ഥനായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. തിരുസഭ ഇന്നും ഓഗസ്റ്റ് 4 അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു വരുന്നു. ഈ വർഷത്തെ 7ാം ലെവലിലെ യുഗങ്ങളുടെ പ്രതീക്ഷ എന്ന ടെക്സ്റ്റ് നമ്മൾ നന്നായി പഠിച്ച് എല്ലാ മനുഷ്യരിലേക്കും മണ്ണിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമുക്ക് പകർന്നു കൊടുക്കാം. അങ്ങനെ നമുക്കും ഈശോയുടെ പ്രേക്ഷിതരാകാം. അങ്ങനെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മകനായും മകളായും നമുക്ക് മാറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വർഷം മതബോധന പരിശീലനത്തിൽ കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ പരിശീലന പരമ്പരയായ ആത്മാവിൻ്റെ നിറവിലെ 8ാമത്തെ പുസ്തകമായ ദൈവജനം എന്ന പാഠപുസ്തകത്തെക്കുറിച്ചാണ് നാം അറിയുന്നതും പഠിക്കുന്നത്. നാം പരിചയപ്പെടുന്ന ഈ പുസ്തകത്തെ 12 അധ്യായങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കൂടാതെ ആവിരായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയെക്കുറിച്ചും നാം പഠിക്കുന്നുണ്ട്. തിരുസഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള വളരെ നീണ്ട ചരിത്രവും പാരമ്പര്യവും വിശദമായി വിശകലനം ചെയ്യുന്ന 12 അധ്യായങ്ങൾ. 1ാമത്തെ അധ്യായം തിരുസഭയെ കുറിച്ചാണ്. പെന്തക്കോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്താലും ആവാസത്താലും അഭിഷേകത്താലും ആരംഭിച്ച തിരുസഭയുടെ ഉയർച്ചയും വളർച്ചയുമാണ് 1ാമത്തെ അധ്യായം. 2ാമത്തെ അധ്യായത്തിൽ ഈ സഭ വളരെ വേഗത്തിൽ വളർന്ന് പന്തലിച്ച് വലുതാവുന്ന അവസരം. ആ വലുതാവുന്ന അവസരത്തിൽ യഹൂദരും മറ്റു മതങ്ങളും മറ്റുള്ളവരും ആ മതത്തെ ആ ജീവിതത്തെ ഭയന്ന് മതമാതാനം ഏൽപ്പിക്കപ്പെട്ടു. 2ാം നൂറ്റാണ്ടിലും 3ാം നൂറ്റാണ്ടിലും 4ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ വളരെ ക്രൂരമായ മതബന്ധനങ്ങളിലൂടെയാണ് സഭ ജീവിച്ചത്. ആ സമയത്ത് വിശ്വാസികളുടെ രക്തമാണ് ഇന്നത്തെ നമ്മുടെ വിശ്വാസത്തിന്റെ ജീവൻ. 3ാമത്തെ അധ്യായം ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ മതബന്ധനങ്ങളെ എല്ലാം അതിജീവിച്ച് വിശ്വാസത്തിന്റെ തീരത്തൂടെ കടന്നു പോകുന്ന വിശ്വാസികളെയും സഭയെയും സഭാപിതാക്കന്മാരും വിശ്വാസ സംരക്ഷകരുമാണ് കാത്തുപരിപാലിക്കുന്നത്. സഭയുടെ വിശ്വാസത്തിന്റെ വളർച്ചയും ഉയർച്ചയും നിർണായകമായ സമയത്ത് ഈ സഭാപിതാക്കന്മാരും വിശ്വാസ സംരക്ഷകരുമാണ് നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. 4ാമത്തെ അധ്യായം ഇതാണ് നമ്മോട് പറയുന്നത്. കത്തോലിക്ക തിരുസഭ ആരംഭിച്ച ആ സമയത്ത് തന്നെ, കൃത്യമായി പറഞ്ഞാൽ AD 52 വിശുദ്ധ തോമസ് ലീഹ ഭാരതത്തിൽ വന്ന് കേരളത്തിൽ വന്ന് വിശ്വാസത്തിന്റെ വിത്തുപാകുകയും സഭ ആഗോള സഭയോടൊപ്പം തന്നെ ഉയരുവാനും വളരുവാനും തുടങ്ങി. 5ാമത്തെ അധ്യായം ഇതാണ് നമ്മോട് പറയുന്നത്. ഭാരതസഭയുടെ ഭാഗം തന്നെയാണ് കേരള സഭ. ഭാരതസഭയോടൊപ്പം തന്നെ പാരമ്പര്യവും ചരിത്രവും കേരള സഭയ്ക്കുമുണ്ട്. 6ാമത്തെ അധ്യായം കേരള സഭയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കേരള സഭയുടെ നിർണായകമായ ഒരു സഭയാണ് കേരള ലത്തീൻ സഭ. 7ാം അധ്യായത്തിലും 8ാം അധ്യായത്തിലും കേരള ലത്തീൻ സഭയുടെ സ്ഥാനവും വളർച്ചയുമാണ് പറയുന്നത്. 1752 വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കേരളത്തിൽ വന്നതോടുകൂടി ലത്തീൻ സഭ ഉയർത്തെഴുന്നേൽക്കുകയും ആഗോള കത്തോലിക്ക സഭയുമായി വളരെ നല്ല ഒരു ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ലത്തീൻ സഭയുടെ ആവിർഭാവത്തോടു കൂടിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സാംസ്കാരിക നവോത്ഥാനം ഉടലെടുക്കുന്നത്. 9ാമത്തെ അധ്യായം ലത്തീൻ സഭയിൽ ഈ വിദ്യാഭ്യാസ സാംസ്കാരിക നവോത്ഥാനങ്ങളുമാണ് പറയുന്നത്. പള്ളിയോടൊപ്പം പള്ളിക്കുടം എന്ന വലിയ മഹത്തായ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ലത്തീൻ സഭയാണ്. അതുവഴിയാണ് സാംസ്കാരികമായ ഒരു നവോത്ഥാനം കേരളത്തിൽ ഉടലെടുക്കുന്നത്. 10ാം അധ്യായത്തിൽ കത്തോലിക്ക സഭയിൽ ആതുര ശുശ്രൂഷയും
നമ്മുടെ ഇവിടെ കാണുന്ന ഈ ആശുപത്രികളുടെ എല്ലാം തുടക്കം ലത്തീൻ സഭയുടെ ആവിർഭാവത്തോടു കൂടെയാണ്. 11-ാം അധ്യായത്തിൽ സഭയും ഇവിടെ ഈ കേരളത്തിലും ഭാരതത്തിലുമുള്ള മറ്റു ക്രിസ്തീയ സഭകളും തമ്മിലുള്ള ഒരു എക്യുമെനിക്കൽ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. 12-ാം അധ്യായത്തിൽ സഭയും മറ്റു മതങ്ങളെക്കുറിച്ചുമാണ്. നമ്മൾ ജീവിക്കുമ്പോഴും നമ്മളായിരിക്കുമ്പോഴും നമ്മുടെ ക്രിസ്തീയ സഭകളിൽ നിന്നുകൊണ്ട് മറ്റു മതങ്ങളോടുമുള്ള സഭയുടെ ബന്ധമാണ് ഈ 12-ാം അധ്യായം നമ്മോട് പറയുന്നത്. 8-ാം ലെവലിൽ നാം പഠിക്കുമ്പോൾ പരിചയപ്പെടുന്ന വിശുദ്ധ ആവിലായിലെ അമ്മ ത്രേസ്യയാണ്. സന്യാസ ജീവിതം ഇരുൾ നിറഞ്ഞ വഴിയിലൂടെ കടന്നുപോയി അത് നഷ്ടമാകുമെന്ന അവസരത്തിലാണ് ആവില എന്ന് പറയുന്ന സ്ഥലത്ത് 1515 മാർച്ച് 28 ജനിച്ച ത്രേസ്യ എന്ന് പറയുന്ന കന്യാസ്ത്രീ ആത്മാവിന്റെ അഭിഷേകത്താൽ ഈ സന്യാസ ജീവിതത്തിന് ഒരു രൂപവും ഭാവവും നൽകി സന്യാസ ജീവിതത്തെ ആധുനീകരിക്കപ്പെടുന്നു. അപ്പോൾ 8-ാം ലെവലിലെ ഈ ദൈവജനം എന്ന പാഠപുസ്തകം നാം പഠിക്കുമ്പോൾ നാം ഇന്ന് ജീവിക്കുന്ന ഈ സഭ ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നാണ് നമ്മുടെ ജീവിതത്തെ നിലനിൽക്കുന്നത്. ഒരുപാട് പേരുടെ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടർന്നാണ് ഇന്ന് സഭ ആയിരിക്കുന്നത്. ആ സഭയിൽ അംഗമാണ് എന്നതിൽ അഭിമാനിച്ചുകൊണ്ട് ആ സഭയിൽ കൂടുതൽ വിശ്വാസ തീവ്രത പടുത്തുവരുത്തുവാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും നമുക്കുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ സഭയുടെ ഈ നീണ്ട ചരിത്രം നാം ഉൾക്കൊള്ളണം. അങ്ങനെ അത് മനസ്സിലാക്കുവാനും അറിയുവാനും പരിചയപ്പെടുവാനുമാണ് കത്തോലിക്ക തിരുസഭ ആത്മാവിന്റെ നിറവിലെ 8-ാമത്തെ പുസ്തകമായ ദൈവജനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ദൈവജനം എന്ന ഈ പാഠപുസ്തകം പഠിക്കുന്നത് വഴി നമുക്ക് ഈശോയുടെ നല്ല ഒരു പ്രേക്ഷിതരാവാം. മണ്ണിലൂടെയും മാധ്യമത്തിലൂടെയും ഈശോയെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും സഭയെ വളർത്തുകയും വലുതാക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ പരിശീലന പരമ്പരയായ ആത്മാവിന്റെ നിറവിലെ 9-ാം ഭാഗമായ ക്രിസ്തീയ ജീവിതമെന്ന ഈ പുസ്തകമാണ് 9-ാം ലെവലിലെ വിദ്യാർത്ഥികളായ നിങ്ങൾ പഠിക്കുന്നതും പരിചയപ്പെടുന്നതും. ക്രിസ്തീയ ജീവിതമെന്ന ഈ പുസ്തകത്തിൽ 12 പാഠങ്ങളും വിശുദ്ധ തോമസ് അക്വിനാസ് എന്ന വിശുദ്ധന്റെ ജീവചരിത്രവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ 12 പാഠങ്ങളുടെയും ആശയങ്ങളാണ് ടീച്ചർ എന്നിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 1-ാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് ദൈവവിളിയെക്കുറിച്ചാണ്. എന്താണ് ദൈവവിളി? ദൈവത്തിന്റെ സ്നേഹത്തിലും സ്വാതന്ത്ര്യത്തിലും ജീവിച്ച് പരിപൂർണതയിലേക്ക് വളരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. ഇതാണ് ദൈവവിളി. ഇങ്ങനെ വിളിക്കപ്പെടുന്നവർക്ക് 3 വിധത്തിലുള്ള ദൗത്യങ്ങൾ നൽകപ്പെടുന്നു: പുരോഹിത ദൗത്യം, പ്രവാചക ദൗത്യം, രാജകീയ ദൗത്യം. ജ്ഞാനസ്നാനത്തിലൂടെ ക്രൈസ്തവരായ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ഈ ത്രിവിധ ദൗത്യത്തിൽ പങ്കാളികളാകുന്നു. 2-ാമത്തെ അധ്യായത്തിൽ നാം പഠിക്കുന്നത് സഭയെയും അപ്പോസ്തലന്മാരെയും കുറിച്ചാണ്. അപ്പോസ്തലന്മാരുടെ വിളിയും തിരഞ്ഞെടുപ്പും, അപ്പോസ്തല പ്രമുഖനായ വിശുദ്ധ പത്രോസിനെയും വിജാതീയരുടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിനെയും കുറിച്ച് ഈ പാഠം വ്യക്തമായി പ്രതിപാദിക്കുന്നു. 3-ാമത്തെ പാഠത്തിൽ നാം സഭയും പാരമ്പര്യവും എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പൂർവികർ വഴി നമുക്ക് കൈമാറി കിട്ടുന്ന വിശ്വാസങ്ങളെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസങ്ങളുടെ വരമൊഴിയായുള്ള കൈമാറ്റമാണ് വിശുദ്ധ ഗ്രന്ഥമെങ്കിൽ വാമൊഴിയായുള്ള കൈമാറ്റമാണ് പാരമ്പര്യം. പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും ക്രിസ്തീയ വിശ്വാസങ്ങളുടെ അടിസ്ഥാന സ്രോതസ്സുകളാണ്. 4-ാമത്തെ അധ്യായത്തിൽ നാം പഠിക്കുന്നത് സഭയും അൽമായരും എന്നതിനെ കുറിച്ചാണ്. ആരാണ് അൽമായർ?
അംഗീകരിച്ചിട്ടുള്ള സന്യാസ സഭകളിൽ പെടാത്തവരുമായ എല്ലാ ക്രൈസ്തവരും അൽമായരാണ്. അനുദിനം ലോകവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നാം ജീവിതത്തിൻ്റെ വൈവിധ്യമായ മേഖലകളിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും പ്രഘോഷിക്കുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ക്ഷണിക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. അഞ്ചാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് ക്രൈസ്തവ കുടുംബങ്ങളെ കുറിച്ചാണ്. ക്രിസ്തീയ വിശ്വാസങ്ങളുടെയും പുണ്യങ്ങളുടെയും വിളനിലമാണ് ക്രൈസ്തവ കുടുംബം. തിരുക്കുടുംബമാണ് ക്രൈസ്തവ കുടുംബങ്ങൾക്ക് മാതൃക. മാതാപിതാക്കന്മാരെ സ്നേഹിച്ചും അനുസരിച്ചും വളരുന്ന മക്കളും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമാവിധം മക്കളെ വളർത്തി മാതൃകാ ജീവിതം നയിക്കുന്ന മാതാപിതാക്കന്മാരും അടങ്ങുന്ന ക്രൈസ്തവ ജീവിതം സമൂഹത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നു. ആറാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് സഭയും പൗരോഹിത്യവും എന്നതിനെ കുറിച്ചാണ്. വചനത്തിന്റെ വെളിച്ചത്തിൽ നന്മ തിന്മകൾ വിവേചിച്ചറിഞ്ഞ് ദൈവജനത്തെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നവരാണ് വൈദികർ. വൈദികർ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരാണ്. അവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അനുസരിക്കുവാനും നാം ബാധ്യസ്ഥരാണ്. പൗരോഹിത്യ കർമ്മങ്ങളെ കുറിച്ചാണ് ഈ പാഠം ചർച്ച ചെയ്യുന്നത്. ഏഴാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് സഭയും സന്യസ്തരും എന്നതിനെ കുറിച്ചാണ്. സർവവും ത്യജിച്ച് യേശുവിനെ അടുത്തനുഗമിക്കുവാൻ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് സന്യസ്തർ. വ്രതത്രയങ്ങളായ അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം എന്നിവ ഇവർ സ്വമേധയാ സ്വീകരിക്കുന്നു. ഈ വ്രതത്രയങ്ങളെ കുറിച്ചും അതിൻ്റെ ലക്ഷ്യങ്ങളെ കുറിച്ചും ഈ പാഠം പറയുന്നു. എട്ടാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് സഭയും പരിസ്ഥിതിയും എന്നതിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ ദാനമാണ് പ്രപഞ്ചം. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ സൃഷ്ടിയും എന്ന നിലയിൽ മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. പരിസ്ഥിതിയെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും സഭാ മക്കളായ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും പരിസ്ഥിതി ചൂഷണത്തെക്കുറിച്ചുമെല്ലാം ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നു. സഭയിൽ സാംസ്കാരിക അനുരൂപണവും എന്ന വിഷയത്തെക്കുറിച്ചാണ് 9ാം പാഠത്തിൽ നാം പഠിക്കുന്നത്. എന്താണ് സാംസ്കാരിക അനുരൂപണം? സഭയുടെ പാരമ്പര്യവും തന്മയും ഒട്ടും ചോരാതെ തന്നെ ഓരോ ദേശത്തിൻ്റെയും സംസ്കാരത്തിനനുസൃതമായി നൽകുന്ന സുവിശേഷവൽക്കരണമാണ് സാംസ്കാരിക അനുരൂപണം. ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും ശ്രദ്ധേയമാവിധം ചർച്ച ചെയ്യപ്പെട്ട സൂനകദോസാണ് 2ാം വത്തിക്കാൻ സൂനകദോസ്. 10ാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് സഭയും വെല്ലുവിളികളും എന്നതിനെ കുറിച്ചാണ്. പ്രാരംഭകാലം മുതൽ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് സഭ വളർന്നു വന്നിട്ടുള്ളത്. മതമർദ്ദനങ്ങളും പീഡനങ്ങളും സഭ ഏറ്റുവാങ്ങി. ക്രിസ്തുവിനെ സധൈര്യം പ്രഘോഷിച്ച വിശുദ്ധ സ്റ്റെഫാനോസ് ആണ് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി. മധ്യയുഗത്തിൽ സഭ നേരിടുന്ന പ്രൊട്ടസ്റ്റന്റ് വിപ്ലവങ്ങളെക്കുറിച്ചും ഇന്നും സഭയ്ക്കകത്തും പുറത്തും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ കുറിച്ചുമെല്ലാം ഈ പാഠത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 11ാമത്തെ പാഠം നാം പഠിക്കുന്നത് സഭയും രാഷ്ട്രവും എന്നതിനെ കുറിച്ചാണ്. സഭാംഗങ്ങൾ എന്ന നിലയിൽ നാം ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ്. ഭാരതീയർ എന്ന നിലയിൽ ഇന്ത്യൻ പൗരന്മാർ. സഭാ നിയമങ്ങൾ നാം അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളും നാം അനുസരിക്കുകയും സ്നേഹിക്കുകയും വേണം. സഭയും രാഷ്ട്രവും പരസ്പരം കൈകോർത്ത് പിടിച്ചു പോകേണ്ട പ്രസ്ഥാനമാണ്. നാം വളരുന്ന സമൂഹം എന്ന 12ാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് അടിസ്ഥാന
ക്രൈസ്തവ സമൂഹങ്ങൾ അഥവാ BCCയെ കുറിച്ചാണ്. ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് എന്നതാണ് BCC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സഭയിലെ പ്രധാന ശുശ്രൂഷകളായ അജപാലന ശുശ്രൂഷ, വിദ്യാഭ്യാസ ശുശ്രൂഷ, സാമൂഹിക ശുശ്രൂഷ എന്നിവയെക്കുറിച്ചെല്ലാം ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നു. ഈ 12 പാഠങ്ങളെ കൂടാതെ ഒരു വിശുദ്ധനെ കുറിച്ചും നമ്മൾ ഈ വർഷം പഠിക്കുന്നുണ്ട്. വിശുദ്ധ തോമസ് അക്വിനാസ്. പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വേദ പാരംഗതനായ ഡൊമിനിക്കൻ സന്യാസിയായ വിശുദ്ധ തോമസ് അക്വിനാസ് വിശുദ്ധരിൽ വിജ്ഞനെന്നും വിജ്ഞരിൽ വിശുദ്ധനെന്നും അറിയപ്പെടുന്നു. എല്ലാ വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മധ്യസ്ഥനായി സഭ ഇദ്ദേഹത്തെ വണങ്ങുന്നു. 1323 ജോൺ 22-ാമൻ പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ച ഇദ്ദേഹത്തിന്റെ ഓർമ്മ തിരുനാൾ ജനുവരി 28-ന് സഭ ആഘോഷിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം ഇത്രയുമാണ്. ക്രിസ്തീയ ജീവിതം എന്ന ഈ പുസ്തകത്തിലൂടെ സഭ നമുക്ക് നൽകുന്ന സന്ദേശം ക്രിസ്തീയ വിളി പ്രേക്ഷിതത്വത്തിലേക്കുള്ള വിളിയാണ് എന്നതാണ്. ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് എനിക്ക് വേണ്ടി പോവുക എന്ന കർത്താവിന്റെ ചോദ്യത്തിന് ഇതാ ഞാൻ എന്നെ അയച്ചാലോ എന്ന് ജെറമിയ പ്രവാചകനെ പോലെ പ്രത്യുത്തരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമുക്കും ഈശോയുടെ പ്രേക്ഷിതരാവാം. മണ്ണിലൂടെയും മാധ്യമത്തിലൂടെയും ആ പ്രേക്ഷിതത്വം നമുക്ക് പകരാം. അങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകനും മകളുമായി മാറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കത്തോലിക്ക തിരുസഭയിലെ വിശ്വാസ പരിശീലന പരമ്പരയായ ആത്മാവിന്റെ നിറവിലെ 10ാം ഭാഗമായ ക്രിസ്തീയ യുവത്വം എന്ന ഈ പുസ്തകമാണ് 10ാം ലെവലിലെ വിദ്യാർത്ഥികളായ നിങ്ങൾ പരിചയപ്പെടുന്നതും പഠിക്കുന്നതും. ഈ പുസ്തകത്തിൽ 12 അധ്യായങ്ങളാണുള്ളത്. അതുകൂടാതെ ഒരു വിശുദ്ധനെ കൂടി നാം പരിചയപ്പെടുന്നു. അത് വിശുദ്ധ തോമസ് മൂർ ആണ്. 1ാമത്തെ അധ്യായത്തിലൂടെ ക്രിസ്തുവിൽ വീഴുന്ന യുവത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള യുവജനങ്ങൾക്ക് ക്രിസ്തു മാത്രമാണ് യഥാർത്ഥമായ ഒരു മാതൃക. യുവജനങ്ങളും വ്യക്തിത്വവും എന്ന 2ാമത്തെ അധ്യായത്തിൽ വ്യക്തിത്വ വികസനത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 3ാമത്തെ അധ്യായമായ യുവജനങ്ങളും പ്രവാചക നേതൃത്വവും എന്നതിൽ നേതൃത്വം ഒരു പദവിയല്ലെന്നും അത് പ്രവർത്തനമാണെന്നും നമുക്ക് മനസ്സിലാകും. 4ാമത്തെ അധ്യായമായ ലൈംഗികത ദാനവും ഉത്തരവാദിത്വവും എന്നതിൽ ലൈംഗികത ദൈവത്തിന്റെ ദാനമാണെന്നും ലൈംഗിക തിന്മകൾ ഏവയെന്നും അവയെ എങ്ങനെ അതിജീവിക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാം. 5ാമത്തെ അധ്യായമായ യുവജനങ്ങളും ദൈവാരാധനയും എന്നതിലൂടെ ആരാധനാക്രമത്തെക്കുറിച്ചും ആരാധനാക്രമത്തിലെ വിവിധ കാലങ്ങൾ, വിവിധ നിറങ്ങൾ, അൾത്താരയിലെ പൂജാപാത്രങ്ങൾ, ദേവാലയത്തിനുള്ളിലെ വിശുദ്ധ സ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ലഭിക്കുന്നു. യുവജനങ്ങളും കൗദാശിക ജീവിതവും എന്ന 6ാമത്തെ അധ്യായത്തിൽ കൂദാശകൾക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകേണ്ട പ്രാധാന്യത്തെ പറ്റിയാണ് വിവരിക്കുന്നത്. കൂദാശകളെ അവയിലൂടെ ലഭിക്കുന്ന ഓരോ കൂദാശകളിലൂടെയും ലഭിക്കുന്ന കൃപാവരത്തിന്റെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പ്രാരംഭ കൂദാശകൾ, 2 സൗഖ്യദായക കൂദാശകൾ, 3 കൂട്ടായ്മയുടെ കൂദാശകൾ.
തുടർന്ന് വരുന്ന 3 അധ്യായങ്ങളും ഈ കൂദാശകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 7ാമത്തെ അധ്യായത്തിൽ പ്രാരംഭ കൂദാശകളായ ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, പരിശുദ്ധ കുർബാന എന്നിവയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 8ാമത്തെ അധ്യായമായ സൗഖ്യദായക കൂദാശകളിൽ അനുരഞ്ജനം, രോഗീലേപനം എന്നീ 2 കൂദാശകളെ പറ്റിയുമാണ് പറയുന്നത്. രോഗസൗഖ്യം എന്നത് യേശുവിന്റെ കരുണയുടെയും കരുതലിന്റെയും ഒരു അടയാളമായിട്ടാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. കൂട്ടായ്മയുടെ കൂദാശകൾ എന്ന 9ാമത്തെ അധ്യായത്തിൽ തിരുപ്പട്ടം, വിവാഹം എന്നീ 2 കൂദാശകളെ പറ്റിയുമാണ് പറയുന്നത്. ഈ കൂദാശകൾ സ്വീകരിക്കുന്നത് വഴി നമ്മിലേക്ക് വന്നു ചേരുന്ന കടമകളും ഉത്തരവാദിത്തങ്ങളും ഏറെയെന്ന് ഈ അധ്യായത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. യുവജനങ്ങളും വിശുദ്ധ കുർബാനയും എന്ന 10ാമത്തെ അധ്യായത്തിലൂടെ വിശുദ്ധ കുർബാന ഒരു ബലിയാണെന്നും ക്രിസ്തു ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രമാണെന്നും നമുക്ക് മനസ്സിലാകും. യുവജനങ്ങളുടെ അമ്മയായി മറിയം എന്ന 11ാമത്തെ അധ്യായത്തിലൂടെ മറിയത്തിന്റെ വിവിധ വിശേഷണങ്ങളെ കുറിച്ചാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. 12ാമത്തെ അധ്യായം യുവജനങ്ങളും മാധ്യമങ്ങളും എന്നുള്ളതാണ്. മാധ്യമങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യുവജനങ്ങളുടെ ഇടയിൽ മാധ്യമങ്ങൾക്കുള്ള പ്രാധാന്യവും സഭയിലും സുവിശേഷ പ്രഘോഷണത്തിലും മാധ്യമങ്ങൾക്കുള്ള പങ്കും ഇതിൽ വിവരിക്കുന്നു. ക്രിസ്തീയ യുവത്വം എന്ന ഈ പുസ്തകത്തിലൂടെ നാം പരിചയപ്പെടുന്ന വിശുദ്ധ തോമസ് മൂർ സഭയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ധീര രക്തസാക്ഷിയാണ്. 1935 മെയ് 19-നാണ് ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. പരിശുദ്ധ 11ാം പീയൂസ് മാർപ്പാപ്പയാണ്. അതിനുശേഷം ജൂബിലി വർഷമായ 2000-ൽ വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ രാഷ്ട്രീയ നേതാക്കളുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. ജൂൺ 22 തിരുസഭ ഈ വിശുദ്ധന്റെ തിരുനാളായി ആചരിച്ചു പോരുന്നു. യുവജനങ്ങളായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയധികം പ്രയോജനപ്രദമായ രീതിയിലാണ് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. യുവത്വത്തിന്റെ ഓരോ തലങ്ങളിലും ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കണം എന്ന വലിയൊരു സന്ദേശമാണ് ഈ പുസ്തകത്തിലൂടെ തിരുസഭ നമുക്ക് നൽകുന്നത്. ഈ വർഷം 10ാം ലെവലിലെ ക്രിസ്തീയ യുവത്വം എന്ന പാഠഭാഗം പഠിച്ച് ഈശോയുടെ പ്രേക്ഷിതരായി മാറാം. മണിലൂടെയും മാധ്യമങ്ങളിലൂടെയും ആ പ്രേക്ഷിത പ്രവർത്തനം തുടരുകയും അങ്ങനെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനും മകളുമായി നമുക്ക് മാറാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ പരമ്പരയായ ആത്മാവിൻ്റെ നിറങ്ങളെ എന്ന 11ാം ഭാഗത്തിലെ ക്രിസ്തീയ വിശ്വാസം എന്ന പാഠാവലിയാണ് നാം പരിചയപ്പെടുന്നതും പഠിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസം എന്ന ഈ പാഠാവലിയിൽ 7 അധ്യായങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. കൂടാതെ വിശുദ്ധരിൽ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ചും നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. 7 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൽ 1ാമത്തെ പാഠം ബൈബിൾ ജീവന്റെ വചനം, അതായത് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ച ബൈബിളിന്റെ തുടർച്ചയാണ് ഈ 11ാം ക്ലാസ്സിൽ ബൈബിൾ ജീവന്റെ വചനം എന്ന ഈ 1ാം അധ്യായം. പിതാവ് മക്കൾക്ക് അയച്ച ഒരു കത്ത് പോലെയാണ് നാം ബൈബിൾ കൈകാര്യം ചെയ്യുന്നത്. പിതാവ് പറയുന്ന കാര്യങ്ങൾ നാം വിശ്വസ്തയോടെ അനുസരിക്കണം. ദൈവവചനം അലിഖിതം അഥവാ പാരമ്പര്യം, ലിഖിതം അഥവാ വിശുദ്ധ ഗ്രന്ഥം. അതായത് ഈ അധ്യായത്തിൽ വിശുദ്ധ ബൈബിളിനെ കുറിച്ചാണ് ഉടനീളം പ്രസ്താവിക്കുന്നത്. എൻ്റെ യുവതിവാക്കളെ, ദൈവവചനം തന്നെയാണ് ദൈവം. അത് നാം മനസ്സിലാക്കുക. 2ാമത്തെ അധ്യായം യേശു ചരിത്രപുരുഷനും ദൈവപുത്രനും. യേശു ചരിത്രപുരുഷനും ദൈവപുത്രനും എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യേശു പകുതി ദൈവവും പകുതി മനുഷ്യനും എന്നല്ല, യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. 3ാമത്തെ പാഠം യേശു വിമോചകനും കർത്താവും. ഈ പാഠത്തിലൂടെ യേശുവിൻ്റെ
ഉദ്ധാന രഹസ്യവും യേശുക്രിസ്തു സത്യമായും മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിച്ചേ പറ്റൂ, വിശ്വസിക്കണം. യുവതിവാക്കളെ, യേശു ആകട്ടെ ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ നേതാവ്. യേശുവിനെ തന്നെ നിങ്ങൾ നേതാവായി പിന്തുടരണം. 4-ാമത്തെ അധ്യായം ജീവന്റെ മഹത്വം. ദൈവം ജീവൻ എത്രമാത്രം സ്നേഹിക്കുന്നു, അതായത് ജീവന്റെ ഉടമസ്ഥനും ദാതാവും ദൈവം തന്നെയാണ്. ദൈവം ജീവഹാനി അഥവാ മാനഹാനി വെറുക്കുന്നു. ആത്മഹത്യയെ ദൈവം വളരെയധികം വെറുക്കുന്നു എന്ന് യുവതിവാക്കളായ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പാഠഭാഗത്തിലൂടെയാണ്. 5-ാം പാഠം നമുക്ക് നൽകുന്നത് മനുഷ്യബന്ധങ്ങളും സാമൂഹ്യ സുസ്ഥിതിയും. മനുഷ്യന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വളരെയധികം ബന്ധങ്ങൾ നേരിടേണ്ടതുണ്ട്. അതിൽ ഏറ്റവും വലിയ ബന്ധമാണ് ദൈവ-മനുഷ്യബന്ധം. ദൈവ-മനുഷ്യബന്ധം മനസ്സിലാക്കി കഴിഞ്ഞാൽ യുവതിവാക്കളായ നിങ്ങൾ സുഹൃബന്ധം കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല വശമേത്, ചീത്തവശമേത് എന്ന് ഈ 5-ാം അധ്യായത്തിലൂടെ നാം വളരെ വിശദമായി പഠിക്കുന്നുണ്ട്. 6-ാം അധ്യായം യുവജനങ്ങളും സാമൂഹിക പ്രതിജ്ഞാബദ്ധതയും. കേരളത്തിൽ ലത്തീൻ സഭയുടെ വളരെയധികമുള്ള സംഭാവനകളും ലത്തീൻ മിഷണറിമാർ കേരളത്തിൽ നൽകിയ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ലത്തീൻ സഭയ്ക്ക് ഉറച്ചു നിൽക്കുവാൻ ഈ കാലം വരെയും ലത്തീൻ സഭ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വളരെ നേട്ടങ്ങളും ഈ അധ്യായത്തിലൂടെ നാം അക്കമിട്ട് മനസ്സിലാക്കുന്നു. 7-ാം അധ്യായം ദൈവാനുഭവം പ്രാർത്ഥനയിലൂടെ. ദൈവാനുഭവം പ്രാർത്ഥനയിലൂടെ എന്ന് പറയുമ്പോൾ തന്നെ നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അറിഞ്ഞിരിക്കേണ്ടതും പ്രാർത്ഥനയെ കുറിച്ചാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു തന്ന യേശുവിന്റെ കർത്ത പ്രാർത്ഥന, അതായത് സ്വർഗസ്ഥനായ പിതാവേ എന്ന ആ പ്രാർത്ഥനയിലുള്ള 7 അപേക്ഷകളും അക്കമിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. ഈ 7 അധ്യായങ്ങളിലൂടെ കടന്നുപോയ നമ്മുടെ വിശുദ്ധനായ വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. കണ്ണീരിന്റെ പുത്രൻ എന്നുകൂടി ഈ വിശുദ്ധന് മറ്റൊരു പേരുണ്ട്. കാരണം വിശുദ്ധന്റെ അമ്മയായ മോനിക്ക പുണ്യവതിയുടെ അന്ത്യാഭിലാഷം കുർബാന അർപ്പിക്കുന്ന സമയത്ത് മകനെ നീ എന്നെ ഓർക്കണമേ എന്നതായിരുന്നു. വിശുദ്ധന്റെ മരണം വരെ വിശുദ്ധൻ അത് തുടർന്നു കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ വിശുദ്ധനെ നമ്മൾ കണ്ണീരിന്റെ പുത്രൻ അഥവാ വിശുദ്ധരിൽ വിശുദ്ധൻ എന്നുകൂടി അറിയപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട യുവതീവാക്കളെ, ഈ വർഷം 11ാം ലെവലിലെ ക്രിസ്തീയ വിശ്വാസം എന്ന പാഠഭാഗം പഠിച്ച് ഈശോയുടെ പ്രേക്ഷിതരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. മണിയിലൂടെയും മാധ്യമങ്ങളിലൂടെയും ആ പ്രേക്ഷിത പ്രവർത്തനം തുടരുകയും അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ മകനും മകളുമായി ഈ ലോകത്തിന് വേണ്ട ഉത്തമ സാക്ഷികളായ യുവതീവാക്കളുമായി മാറാൻ ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശ്വരമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ പരിശീലന പരമ്പരയുടെ ഭാഗമായ ആത്മാവിന്റെ നിറവിലെ 12ാം ഭാഗമായ ക്രിസ്തീയ സാക്ഷ്യം എന്ന പുസ്തകമാണ് ഈ വർഷം 12ാം ലെവലിലെ വിദ്യാർത്ഥികൾ പരിചയപ്പെടുന്നതും പഠിക്കുന്നതും. ഈ പുസ്തകത്തിന് 7 അധ്യായങ്ങളുണ്ട്. ഒപ്പം വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ചും നാം പഠിക്കുന്നു. 1-ാമത്തെ പാഠം ബൈബിളും ക്രിസ്തീയ ജീവിതവും. ക്രിസ്തീയ ജീവിതത്തിലെ ആധാരം ബൈബിളാണ്. ഈ ബൈബിളിനെ കുറിച്ച് വിശദമായി തന്നെ ഈ പാഠഭാഗത്തിൽ നാം പഠിക്കുന്നു. ബൈബിളിന്റെ രൂപവൽക്കരണം, ഗ്രന്ഥകർത്താക്കൾ, വ്യാഖ്യാന രീതികൾ, വിവിധ അർത്ഥതലങ്ങൾ, നാം എങ്ങനെ ബൈബിൾ വായനയ്ക്കായി ഒരുങ്ങണം, അപ്രകാരം ദൈവിക സ്വരം ശ്രവിക്കാൻ തിരുവചനത്തിലൂടെ നമുക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ഈ പാഠഭാഗത്തിൽ നാം മനസ്സിലാക്കുന്നു. 2-ാമത്തെ പാഠം ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
ദൈവം സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമാണ്. ഈ ദൈവത്തെ ഈ പാഠഭാഗത്തിലൂടെ നാം കൃത്യമായി മനസ്സിലാക്കുന്നു. പാഠം 3. പരിശുദ്ധാത്മാവും ക്രിസ്തീയ സാക്ഷ്യവും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാം ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് മുതൽ ക്രിസ്തീയ സാക്ഷ്യത്തിനായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ പാഠഭാഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ വിവിധ നാമങ്ങൾ, പ്രതീകങ്ങൾ എന്നിവയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ മറിയത്തിന്റെയും വിശുദ്ധരുടെയും സാക്ഷ്യങ്ങളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന തിരുസഭയുടെ അർത്ഥതലങ്ങളും നാം മനസ്സിലാക്കുന്നു. ഒരാറ്റത്തിന്റെ കേന്ദ്രബിന്ദു ന്യൂക്ലിയസ് എന്നതുപോലെ പരിശുദ്ധ ത്രിത്വത്തിന്റെ കേന്ദ്രബിന്ദു പരിശുദ്ധാത്മാവാണ്. ആത്മാവില്ലാത്ത ജീവിതം മൃതമാണ്, അവിടെ ജീർണതയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണ് ക്രിസ്തീയ സാക്ഷ്യമായി മാറുന്നതെന്ന് ഈ പാഠഭാഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. 4ാമത്തെ പാഠം ദൈവകൽപ്പനകൾ ക്രിസ്തീയ ജീവിതത്തിന്റെ സാക്ഷ്യത്തിന്റെ മാർഗരേഖകൾ. ദൈവകൽപ്പനകൾ പാലിക്കപ്പെടാനുള്ളതാണ്. കൽപ്പനകളും നിയമങ്ങളും എപ്പോഴും പാലിക്കപ്പെടാനുള്ളതാണ്. അവ തെറ്റിക്കുമ്പോൾ അവിടെ പാപമാകുന്നു. ഈ പാഠഭാഗത്തിൽ ഓരോ കൽപ്പനകളെയും കുറിച്ച് വളരെ വിശദമായി നാം മനസ്സിലാക്കുന്നു. ഒപ്പം ആ കൽപ്പനകളുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും നാം പഠിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ പാഠഭാഗം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു നല്ല കുംഭസാരത്തിനായി ഒരുങ്ങുമെന്നുള്ളതും സത്യമാണ്. പാഠം 5 മാനവ സമൂഹം. ഈ പാഠഭാഗത്തിൽ നാം ദൈവത്തിന്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയായ മനുഷ്യനെ കുറിച്ചാണ് പഠിക്കുന്നത്. നാം ഓരോരുത്തരും പരസ്പര പൂരകങ്ങളായി വർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ പാഠഭാഗത്തിൽ കുടുംബങ്ങളുടെ കടമയും ഉത്തരവാദിത്വവും, സമൂഹത്തിന്റെ കടമയും, രാഷ്ട്രീയ അധികാരികൾക്ക് മാനവ സമൂഹത്തോടുള്ള കടമയും മുതലായവയെല്ലാം നാം ഈ പാഠഭാഗത്തിൽ വ്യക്തമായി പഠിക്കുന്നു. 6ാം പാഠം ക്രൈസ്തവ കലാദർശനം. ഓരോ കലയും ദൈവനിവേശിതമാണ്. ഈ പാഠത്തിൽ ക്രൈസ്തവ കലകളുടെ എല്ലാം ആധാരം അല്ലെങ്കിൽ അതിന്റെ പ്രതിബിംബനം ദൈവസ്നേഹമാണെന്നും ഒപ്പം മറ്റെല്ലാ മതങ്ങളുടെയും കലകളെക്കുറിച്ചും കലാസ്വാദനത്തിനെ കുറിച്ചും നാം ഇവിടെ പഠിക്കുന്നു. അവയുടെയും സാരാംശം ദൈവത്തിന്റെ സ്നേഹമാണെന്നും നാം മനസ്സിലാക്കുന്നു. ഈസോപ്പ് കഥയിൽ നിന്നാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത്. ഓരോ കലാകാരനും ദൈവത്തിന്റെ സൃഷ്ടി ആയതുകൊണ്ട് ദൈവത്തിന്റെ സഹകാരിയായി പ്രവർത്തിക്കണമെന്നും അവന്റെ ആഭരണം വിനയമായിരിക്കണമെന്നും ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. പാഠം 7 മരണവും മരണാനന്തര ജീവിതവും. മരണം ക്രൈസ്തവന്റെ ജീവിതത്തിൽ നിത്യജീവന്റെ കവാടമാണ്. തുടക്കമുള്ള എന്തിനും ഒടുക്കവുമുണ്ട്. നാം എല്ലാവരും ഈ ലോകത്തിലെ പ്രവാസികളാണ്. നമ്മുടെ യഥാർത്ഥ തറവാട്ടിലേക്ക് എത്താനുള്ള മാർഗമാണ് മരണം. ഈ പാഠത്തിലൂടെ മരണാനന്തര ജീവിതം വിവിധ മതങ്ങളുടെ കാഴ്ചപ്പാടിൽ പരേതർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? വിധി, സ്വർഗം, നരകം ഇവയെ കുറിച്ചെല്ലാം നാം വിശദമായി പഠിക്കുന്നു. നമ്മുടെ 7 പാഠഭാഗങ്ങളും ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി നമ്മുടെ ലെവലിലെ വിശുദ്ധ അൽഫോൻസാമ്മ, കുടമാളൂരിലെ പ്രിയപ്പെട്ട അന്നക്കുട്ടി. ക്രിസ്തുവിന്റെ സഹനത്തിൽ തന്റെ സഹനങ്ങളെ ചേർത്ത് വെച്ച് അനേകം ആത്മാക്കളെ ഈശോയ്ക്കായി നേടിയെടുത്ത വിശുദ്ധ. ഈ പാഠഭാഗം വിശുദ്ധയെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ സഹനങ്ങൾ എങ്ങനെ നമുക്ക് അനുഗ്രഹമാക്കാം എന്ന് നാം പഠിക്കുന്നു. അൽഫോൻസാമ്മയെ കുറിച്ചും വിശുദ്ധരോടുമുള്ള ആദരവും നമുക്ക് വർദ്ധിക്കുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 12ാം ലെവലിലെ ഈ പാഠഭാഗങ്ങളിൽ വിശുദ്ധ അൽഫോൻസാമ്മയെ കുറിച്ചും നാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ
ഈശോയുടെ പ്രേക്ഷിതരായി മാറാൻ സാധിക്കും. മണ്ണിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഈശോയെ അറിഞ്ഞ് ഏറ്റവും നല്ലൊരു മകനും മകളുമായി നമുക്ക് മാറാൻ സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ സ്നേഹമുള്ള യുവജനങ്ങളെ, നിങ്ങളെല്ലാവരെയും എല്ലാവർക്കും അഭിവാദനങ്ങൾ. ഞാൻ ജോർജ്, കാറ്റഗിസം മതബോധന അധ്യാപകൻ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക യുവജന മതബോധന ഗ്രന്ഥം യൂത്ത് കാറ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിനേക്കാൾ ഉപരി ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ COVID-19 എന്ന പകർച്ചവ്യാധിയുടെ ആധിക്യത്തിലാണ്. നിങ്ങളും ഞാനും എല്ലാവരും അതിൻ്റെ ജാഗ്രതയോടെ ജാഗ്രതയോടുകൂടി നമ്മൾ വ്യാപരിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് നമുക്ക് നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ അക്കാഡമിക് പഠനങ്ങൾ, യുവജന കാറ്റഗിസം പഠനങ്ങളും എല്ലാം നമുക്ക് മാധ്യമങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുവരണം. നമുക്കറിയുന്നതുപോലെ 2020-21 നാളിൽ നമുക്ക് ആത്മവാക്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ഈശോയുടെ പ്രേക്ഷിതൻ. ഈശോയെ മനുഷ്യരിലേക്ക് മണ്ണിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമുക്ക് നൽകണം. അതിന് ഈ 2020-21 ആത്മവാക്യത്തോടൊപ്പം തന്നെ നമുക്ക് യേശുവിൻ്റെ ഒരു പ്രേക്ഷിതനായി നമുക്ക് മാറാം. നിങ്ങൾക്കറിയുള്ളതുപോലെ നിങ്ങൾ 1ാം സ്റ്റാൻഡേർഡ് മുതൽ 12ാം സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾ പാഠ്യവിഷയങ്ങളെല്ലാം പാഠ്യവിഷയങ്ങളെല്ലാം പഠിച്ചു. ഇനി നമ്മൾ സീനിയർ കാറ്റഗിസം എന്ന വിഭാഗത്തിലേക്ക് യുവജനങ്ങളായി നിങ്ങൾക്ക് ആരോഗ്യിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ക്രൈസ്തവ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കാലത്തും മതബോധനം തീരുന്നില്ല. മാർപ്പാപ്പ പോലും കൂടുതലായിട്ട് പരിശുദ്ധാരൂപിയാൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പലതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സീനിയർ കാറ്റഗിസം സ്റ്റുഡൻസ് ആയ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സഭയുടെ മതബോധന യുവജനങ്ങൾക്ക് മാത്രമായിട്ട് പ്രിപ്പയർ ആയിട്ടുള്ള ഈ യൂത്ത് കാറ്റാണ്. അതിന്റെ സ്പെല്ലിംഗ് YOUCAT, യൂത്ത് കാറ്റ്. ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമുണ്ട്. അതിൽ നിന്ന് യുവജനങ്ങളെ മാത്രമായിട്ട് ബാധിക്കുന്ന 527 ചോദ്യങ്ങളും സംശയങ്ങളുടെയും ഉത്തരം നൽകിക്കൊണ്ടാണ് 2 മാർപ്പാപ്പമാർ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ മനസ്സുദിച്ച കാര്യം ലോകമെമ്പാടുമുള്ള മെത്രാന്മാരും വൈദികരും അൽമായ ശ്രേഷ്ഠന്മാരും എല്ലാവരും ഒത്തൊരുമിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന നിങ്ങൾക്കായിട്ടുള്ള ഒരു മതബോധന ഗ്രന്ഥമാണ്. നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യപ്പെട്ടവരാണ്. മലയാളത്തിൽ കൂടി അത് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് നെഞ്ചോട് ചേർത്താൽ നമുക്ക് ഈശോയെ മറ്റുള്ളവരിലേക്ക് മണ്ണിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും നാം കൊടുക്കുവാൻ ശക്തിയുള്ള വ്യക്തിത്വങ്ങളായിട്ട് നാം മാറും. ഇത് ഞാൻ പറഞ്ഞതുപോലെ ജർമ്മൻ ഭാഷയിലാണ് ഇത് ആദ്യം എഴുതപ്പെട്ടത്. എന്നാൽ ഇന്ന് ലോകമെമ്പാടും 30 ഭാഷകളിൽ ഇത് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മലയാളത്തിലുണ്ട്. അപ്രകാരമുള്ള ആ യുവജന മതബോധന ഗ്രന്ഥത്തിന്റെ 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ പ്രകാരം 4 ഭാഗങ്ങൾ. അത് 1997 അത് എഴുതപ്പെട്ടത്. ആദ്യത്തെ ഭാഗം നാം എന്താണ് വിശ്വസിക്കേണ്ടത്. 2 ക്രൈസ്തവ രഹസ്യങ്ങൾ എപ്രകാരം ആഘോഷിക്കണം. 3 ക്രിസ്തുവിലുള്ള അനുദിന ജീവിതം, അതൊരു നവമായിട്ട് എങ്ങനെയാണ് അത് കഴിക്കേണ്ടത്. 4ാമത്തത് നമുക്ക് എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നമുക്കിപ്പോഴും ഒരു സംശയം ഉണ്ടാവും. നമ്മൾ പകർച്ചവ്യാധിയുടെ ഈ ആദ്യത്തിൽ ദേവാലയങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു, കുർബാന കാണാൻ പറ്റുന്നില്ല, കൂതാശകൾ വളരെ പരിമിതമായിട്ട് നടത്തുന്നു. ഇപ്രകാരമുള്ള അവസ്ഥയിൽ പോലും നവമാധ്യമങ്ങളിലൂടെ നമുക്ക് വിശുദ്ധ കുർബാന കാണാം. അതിൻ്റെ ആ ലഹരിയിൽ ഈശോയെ നമുക്ക് ആത്മാവിൽ സ്വീകരിക്കാം. അപ്രകാരമുള്ള ഒരു ജീവിതം നമുക്ക് വരുന്നു. മറ്റൊരു ഒന്ന് നമ്മൾ ആത്മവാക്യത്തിൽ കണ്ടു, നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങണം. നമ്മുടെ ഈ ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കാൻ. തിരുക്കുടുംബത്തിൽ ആരാണ്? ഈശോ തമ്മിൽ നിന്നുകൊണ്ട് മാതാവും പിതാവും അപ്പുറത്ത് നിൽക്കുന്നു. ത്രിത്വൈക ദൈവത്തിൽ അത് തന്നെ കാണുന്നു, കാൽവരിയിലും അത് തന്നെ കാണുന്നു. അപ്രകാരമുള്ള നന്മയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഈശോയെ
നമുക്ക് നടുവിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തെ, യുവജന ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പോൾ നമുക്ക് ഇപ്രകാരമുള്ള ഒരു ജീവിതചര്യ നമ്മൾ കെട്ടിപ്പടുക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം തരുന്ന ഒരു മതഗ്രന്ഥമായിട്ട് നമുക്ക് മാറുന്നു. അതിൽ ഏറ്റവും അവസാനമായിട്ട് ഞാൻ എൻ്റെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഇതിന് ആമുഖം എഴുതിയിരിക്കുന്നത് നമ്മുടെ മാർപ്പാപ്പ ബെനഡിക്ട് 16 അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? തിരുസഭയെ സ്നേഹിക്കുകയും ക്രൈസ്തവ ജീവിതത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു യുവജന സമൂഹം നമുക്കുണ്ടാവണം. അത് നിങ്ങളിലൂടെ ഉണ്ടാകണം. ഇനി നിങ്ങളിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന തലമുറ നിങ്ങളുടെ പാരമ്പര്യത്തിലെ പൂർവികരിലൂടെ ഉണ്ടായിരുന്ന കത്തോലിക്ക വിശ്വാസത്തെക്കാൾ ഉയർന്നതായിട്ടുള്ള ഒരു തലമുറയെ നിങ്ങൾക്ക് വാർത്തെടുക്കുവാൻ സാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ ആഗ്രഹം പിതാക്കന്മാരിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ എല്ലാ രൂപഭാവങ്ങളും പേറിക്കൊണ്ട് നല്ല ക്രൈസ്തവരായി, ഈ ലോകത്തിൻ്റെ വെളിച്ചമായി, ഈ ലോകത്തിൻ്റെ സ്നേഹമായി, ഈ ലോകത്തിൻ്റെ എല്ലാമായി മാറുന്ന ഒരു ക്രൈസ്തവ സമൂഹ വിശ്വാസം നമ്മളിലൂടെ ഉടലെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും പ്രാർത്ഥനയുടെ പിൻബലത്തിൽ നമുക്ക് മുന്നേറാം. ക്രിസ്റ്റോസെൻട്രിക്കലി, യേശു കേന്ദ്രീകൃതമായിട്ട്, ചർച്ച് സെൻട്രേഡായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർഗീയ നിത്യജീവൻ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിലെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ഈ യൂത്ത് കാറ്ററിനോടൊപ്പം ഞാൻ സമർപ്പിക്കുന്നു.